إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് സംഘടിപ്പിക്കുന്ന മഹത്തായ ക്യാമ്പയിൻ തൗഹീദ് മോക്ഷത്തിന്റെ നേർവഴി എന്ന കാലികമായ സർവകാല പ്രസക്തമായ മഹത്തായ ഒരു ക്യാമ്പയിൻ. ഈ സന്ദേശം ഈ നാടിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിക്കുക വഴി ഇന്നലകളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ നിർവഹിച്ചു പോന്ന മഹത്തായ ദൗത്യം, സുന്ദരമായ ആദർശം, അത് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള സാഹചര്യം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ ഒരുക്കപ്പെടുകയാണ്. എനിക്ക് മുമ്പ് ബഹുമാന്യനായ മമ്മൂട്ടി മുസ്ലിയാർ വിശദീകരിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നിരന്തരമായി നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ സാന്നിധ്യം നമ്മോട് തന്നെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന ഒരു വിഭാഗം ആളുകളാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ സംഘടനയുടെ പ്രവർത്തകർ. നമുക്ക് ക്ഷീണമില്ല, പരാതികളില്ല. ആക്ഷേപങ്ങൾ നമ്മുടെ മേൽ ചൊരിയുമ്പോൾ ഒരിഞ്ചു പോലും
ആദർശരംഗത്ത് നിന്ന് താഴേക്ക് പോകാൻ നാം ആരും ഒരുക്കമല്ല. രാവും പകലും ഒരുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅ്വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ പ്രതിജ്ഞയെടുത്തവരാണ് നാം ഓരോരുത്തരും. ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്ന വേളയിൽ ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ സ്വഹാബത്തിനെ നോക്കുമ്പോ അവരിൽ ഒരാള് പോലും അടിമയുണ്ടായിരുന്നില്ല, അടിമകളായിട്ടുള്ള ഒരാള് പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. സാധാരണ കിടങ്ങ് കീറാനൊക്കെ അക്കാലത്തും ഇക്കാലത്തുമൊക്കെ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടിമകളെ പോലെയുള്ള ആളുകൾ, അത്തരം ആളുകളൊന്നുമല്ല ഖന്തക്കിന്റെ കിടങ്ങ് കീറിയത്. സ്വതന്ത്രരായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബികളാണ് മരം കോച്ചുന്ന തണുപ്പത്തിൽ നിന്ന് കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നൊമ്പരമുണ്ടായി. തന്റെ അനുചരന്മാരുടെ അധ്വാനം കണ്ട്, വിഷമം കണ്ട്, പ്രയാസം കണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉറക്കെ പാടി, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം ഐഹിക ലോകത്തെ തുച്ഛമായി ജീവിതമല്ലല്ലോ, ഈ ലോകത്ത് താൽക്കാലികമായ ജീവിതമല്ലല്ലോ യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം നാളെ ആഖിറത്തിൽ നിന്റെ സമക്ഷത്തിൽ എത്തുന്ന നാളിൽ നീ വിധിക്കുന്ന ജീവിതമാണല്ലോ ഏറ്റവും നല്ല ജീവിതം. അതുകൊണ്ട് ദുനിയാവിൽ അധ്വാനിക്കുന്ന, ദുനിയാവിൽ പരിശ്രമിക്കുന്ന, ഈ മരം കോച്ചുന്ന തണുപ്പത്ത് എല്ലാവരും പുതച്ചു മൂടി കിടന്നുറങ്ങുമ്പോൾ കിടക്കാതെ വിരിപ്പ് വിട്ട് എഴുന്നേറ്റ് വന്ന് ഇവിടെ അധ്വാനിക്കുന്ന എന്റെ മുഹാജിറുകൾക്ക്, അൻസ്വാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ കേൾക്ക ഉച്ചത്തിൽ പാട്ടുപാടിയപ്പോൾ അത് കേട്ട സ്വഹാബത്തിന് മനസ്സിലായി, ഞങ്ങളുടെ അധ്വാനം കണ്ട്, ഞങ്ങളുടെ പരിശ്രമം കണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് നൊന്തുകൊണ്ടാണ് പ്രവാചകൻ ഇപ്രകാരം പാടുന്നത് എന്ന്. സ്വഹാബത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് ഉറക്കെ റസൂലുള്ളാഹിക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ആ മറുപടി? മുഹമ്മദ് നബിയെ, ഞങ്ങൾ മറ്റുള്ള ആളുകളെ പോലല്ലല്ലോ, പണിയെടുക്കാതെ വീടുകളിൽ കിടന്നുറങ്ങുന്ന സുഖസുഷുപ്തിയിൽ ആണ്ടുപോയ ആളുകളെ പോലല്ലല്ലോ ഞങ്ങൾ. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വാക്ക് കൊടുത്തവരാണ് ഞങ്ങൾ. എന്താ ഞങ്ങൾ കൊടുത്ത വാക്ക്? എന്താ ഞങ്ങൾ റസൂലുള്ളാഹിയുമായി നൽകിയ ബൈഅത്ത്? അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ മാർഗത്തിൽ രാവില്ലാതെ പകലില്ലാതെ ജിഹാദ് ചെയ്യാൻ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകിയവരാ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ അധ്വാനം കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുടെ പ്രയാസം കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങളിത് നിയ്യത്താക്കി ഇറങ്ങിയ ആളുകളാണ്. ഞങ്ങളുടെ മനസ്സിൽ ഈ നിയ്യത്തുണ്ട്, ഈ ഉറപ്പുണ്ട്, ഈ കരുതലുണ്ട്. അതുകൊണ്ട് തന്നെ രാവും പകലും വെയിലും അതുപോലെ തന്നെ തണുപ്പും ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറഞ്ഞു കൊടുത്ത സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ പാതയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് വെയിലും മഴയും അതുപോലെ തന്നെ തണുപ്പും ചൂടും ഇതൊന്നും നമ്മുടെ ദഅവത്തിനെ ബാധിക്കാൻ പാടില്ല. സദാസമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ, അതും ഒരു തൗഹീദി ക്യാമ്പയിൻ നമുക്ക് വീടുകിട്ടിക്കഴിഞ്ഞാൽ നാടും നഗരവും അതുപോലെ കുടിലും കൊട്ടാരവും ഒരുപോലെ കയറിയിറങ്ങി മഹത്തായി തൗഹീദിന്റെ പ്രചരണം, അതിന്റെ പ്രഘോഷണം നടത്തേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അത് പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്.
നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ശുദ്ധ ഖുർആൻ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്കുണ്ടാകാം. പണമുണ്ടാകാം, പറമ്പുണ്ടാകാം, മറ്റു സംവിധാനങ്ങളുണ്ടാകാം. എന്തെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. മുഅ്മിനുകൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. റസൂലുള്ളാഹി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തുമായി വന്നു എന്നുള്ളതാണ്. ആ റസൂല് വന്നിട്ട് അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുക, ആയത്തുകൾ കേൾക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി തന്നുകൊണ്ട് ആ പ്രവാചകൻ ഇതാ അവരെ സംസ്കരിക്കുകയാണ്, അവരുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ മാറ്റുകയാണ്, അവരെ ഹൃദയ വിശുദ്ധിയുള്ളവരാക്കി തീർക്കുകയാണ്. അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, റബ്ബിൽ വിശ്വസിക്കുന്ന, മലായികത്തുകളെ അറിയുന്ന, അതുപോലെ തന്നെ കിതാബുകളെ സംബന്ധിച്ച് വിവരമുള്ള ഒരു ജനതയാക്കി ആ ജനതയെ സംസ്കൃതരാക്കി മാറ്റി. അതാണ് ആ റസൂൽ നിർവഹിക്കുന്ന ദൗത്യം. ആ ദൗത്യമാണ് ഏറ്റവും ഉന്നതമായ അനുഗ്രഹമെന്ന് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പഠിപ്പിക്കുകയാണെങ്കിൽ ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കടന്നു വന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ദൗത്യം പൂർത്തിയാക്കി, ഒന്നും തന്നെ വിട്ടുകളയാതെ, ഒരു വഴികേടും പഠിപ്പിക്കാതെ, യാതൊരു കാര്യത്തിലും ഇതാ വീഴ്ച വരുത്താതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിന്റെ ദീൻ നേർ നമുക്ക് എത്തിച്ചു തന്നു. വിശുദ്ധമായ തൗഹീദ് നമുക്ക് എത്തിച്ചു തന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞപ്പോ ആ റസൂലുള്ളാഹിയിലേക്ക് ഇതാ വിവരം നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2ാം ക്ലാസ്സിൽ മദ്രസയിൽ നമ്മൾ ഓതി ബൈഹാത്താക്കി വിശുദ്ധ ഖുർആനിലെ അധ്യായമായ സൂറത്തുൽ ഫത്ഹ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്തടങ്ങുന്ന ഒരു സദസ്സിന്റെ മുന്നിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സദസ്സിനോട് ചോദിക്കുകയാണ്, സൂറത്തുൽ ഫത്ഹിന്റെ ആശയം അറിയുന്നവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? സൂറത്തുൽ ഫത്ഹിന്റെ വിശദീകരണം അറിയുന്നവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോ ഓരോരുത്തരായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എനിക്കറിയാം. ആ ഘട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറയുകയാണ് അവരോട്, നിങ്ങളെങ്കിൽ വിശദീകരിക്കൂ, അത് സംബന്ധിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോ അവരെല്ലാവരും ഓരോ ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുത്ത് പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അല്ലാഹുവിൽ നിന്നുള്ള വിജയം വന്നാൽ, അല്ലാഹുവിൽ നിന്നുള്ള സഹായം വന്നാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനിൽ കൂട്ടമായി ആളുകൾ ഇതാ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ, നിങ്ങൾ അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് പറയണേ, സുബ്ഹാനല്ലാഹ് പറയണേ, അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് തൗബ സ്വീകരിച്ച് മാപ്പരുന്നവനാണ്. ഇങ്ങനെ ഓരോ ആളുകളും എഴുന്നേറ്റ് വിശദീകരിക്കുമ്പോ അക്കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ സ്വഹാബിയുടെ നേരെ ഉമർ റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹ്, താങ്കൾ എഴുന്നേറ്റുകൊണ്ട് ഈ സൂറത്തിന്റെ ആശയം എന്തെന്ന് പറയാമോ? ഇവരൊന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ പ്രായമുള്ള ആളല്ല, വലിയ പ്രായം കൂടിയിട്ട് വയസ്സായി പോയ ആളല്ല. ആ കൂട്ടത്തിലെ ചെറുപ്പക്കാരനായിരുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സൂറത്ത് ഇശാറത്തുൻ ബിമൗത്തിൻ നബിയിൽ മുസ്തഫ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ദൗത്യവുമായി കടന്നു വന്ന് വിശുദ്ധ ദീനിന്റെ മുഴുവൻ സന്ദേശവും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അതിലെ എല്ലാ അനക്കവും അടക്കവും സാമ്പത്തികവും വൈയക്തികവും കൗടുംബികവും രാഷ്ട്രീയവും എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദ വരെ, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കൈകൊണ്ടാണ് കഴിക്കേണ്ടത് എന്ന ടേബിൾ മാനേഴ്സ് വരെ, അവൻ വസ്ത്രം ധരിക്കുമ്പോൾ ആണെങ്ങനെ വസ്ത്രം ധരിക്കണം പെണ്ണെങ്ങനെ വസ്ത്രം ധരിക്കണം എന്നത് വരെ, അവൻ ആ മുടി കേശാലങ്കാരം ചെയ്യുമ്പോ അതെങ്ങനെയായിരിക്കണം എന്നത് വരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിച്ചു പോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായിട്ട് റസൂലുള്ളാഹിക്ക് വിട പറയാൻ നേരമായി എന്ന സൂചനയാണ് സൂറത്തുൽ ഫത്ഹിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ കൂടിയ ആളുകൾ അന്തം വിട്ട് അത്ഭുതത്തോടെ ആ വചനം കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിന്റെ ശകലം ഒരാളെനിക്ക് തന്നു. ആ പ്രസംഗത്തിന്റെ ശകലത്തിലുള്ളത് അറിയപ്പെടുന്ന ഒരു തരീഖത്തുകാരനായ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രസംഗത്തിന്റെ ശകലമാണ്. അദ്ദേഹം വഹാബികളെ പരിഹസിക്കുകയാണ്, മുജാഹിദുകളെ ആക്ഷേപിക്കുകയാണ്. ഇതാ മുജാഹിദുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? റസൂല് വഫാത്തായത് റബീഉൽ അവ്വലിലാണ്, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആഘോഷിക്കേണ്ട 13 ആഘോഷിച്ചോ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ, വളരെ വൃത്തികെട്ട ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, നബിയുടെ ജീവിതവുമായി മാത്രമല്ല ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട, വളരെ കനപ്പെട്ട ഒരു സന്ദേശത്തെ പരിഹസിക്കുകയാണ് ഉസ്താദ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് മിണ്ടാതെ പോവുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസികളെന്ന നിലക്ക് ഒരിക്കലും കഴിയുന്നതല്ല. കാരണം നമ്മുടെ മക്കൾ അറിയണം, വളർന്നു വരുന്ന തലമുറ അറിയണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം എന്താണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വലുകൾ എങ്ങനെയാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ പാഠം എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ആ സ്വഹാബത്ത് അടക്കമുള്ളവർ പറഞ്ഞത്, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ജീവിതം നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ മക്കളെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജീവിതം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും നിങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈ തരീഖത്തുകാരോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അവസാന റബീഉൽ അവ്വൽ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് പരിഹസിച്ച് തെറ്റിക്കളിക്കാനുള്ളതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങളിൽ ആക്ഷേപിക്കാനുള്ളതല്ല. കള്ളത്തരീഖത്തുകാർക്ക്, വ്യാജ തരീഖത്തുകാർക്ക്, തീജാനികൾക്ക്, സമസ്തയിലെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾക്ക് അവർക്ക് തട്ടിക്കളിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി വിട്ടുകൊടുക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലോകം വെറുങ്ങലിച്ചു പോയ നിമിഷങ്ങൾ റബീഉൽ അവ്വലിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതം ലോകത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ടിട്ട് ആഘോഷിക്കുന്നവൻ പിന്നെ ആഘോഷിക്കട്ടെ, തലകുത്തി മറിയുന്നവൻ പിന്നെ തലകുത്തി മറിയട്ടെ. പക്ഷെ മുഅ്മിനുകൾക്കൊരു ബാധ്യതയുണ്ട്. ലോകത്തിന്റെ നേതാവ് വിട പറയുന്ന റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ പ്രവാചക ജീവിതത്തിലേക്ക് വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അല്ലാഹു കൃത്യമായി വിവരം നൽകിക്കൊണ്ടാണ്, വളരെ കൃത്യമായ അറിവ് നൽകിക്കൊണ്ടാണ്, സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിച്ചുകൊണ്ടാണ്. ആ സൂറത്തുൽ ഫത്ഹിന്റെ ആയത്തുകൾ റസൂലുള്ളാഹിന്റെ ഖൽബിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിഞ്ഞു, ഇനി അധിക നാളുകൾ ഇവിടില്ല. അതുകൊണ്ട് തന്നെ ആ കാലമത്രയും റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് പ്രാർത്ഥിച്ച റസൂല്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പ്രാർത്ഥിച്ച റസൂല്, ആ സൂറത്ത് അവതരിച്ചത് മുതൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക
ഓ നബിയെ, അങ്ങയുടെ സമയം തീരാറായി, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറയാറായി. അതുകൊണ്ട് ധാരാളം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അസ്തഗ്ഫിറുല്ലാഹും പറയണേ എന്ന നിർദ്ദേശം വന്നത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലുമൊക്കെ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ധാരാളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല, നബിയുടെ ജീവിതത്തിൽ ഹിജ്റ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്നിട്ട് ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളിലും തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, അടുത്ത കൊല്ലം നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല സ്വഹാബ, അടുത്ത വർഷം ഇനി ഒന്നുകൂടി ഹജ്ജിന് വരാൻ കഴിഞ്ഞെന്ന് വരില്ല സ്വഹാബ. അതുകൊണ്ട് ഖുദൂ അന്നീ മനാസികകും, നിങ്ങൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹിജ്റ 10 റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ സാധാരണ മുഹമ്മദുർ റസൂലുള്ളാഹ് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ പ്രതീക്ഷിച്ചുകൊണ്ട് യഅ്തഖിഫുൽ അസ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല, അതേ റമളാനിലെ അവസാന 10 ദിനങ്ങളിൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. എന്നാൽ പ്രവാചക ജീവിതത്തിലെ 10ാം വർഷത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരുന്നത് 10 ദിവസമല്ല, 20 ദിവസമാണ് നബി ഇഅ്തികാഫിരുന്നത്. നബി ഒരുങ്ങുകയാണ്, പ്രവാചകൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ റമളാൻ കഴിഞ്ഞുപോയി, ദുൽഹിജ്ജ കഴിഞ്ഞുപോയി. അതിനുശേഷം ഇതാ മുഹറം കടന്നു വന്നു. സഫറാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ മരണത്തിലേക്ക് പോയി, വഫാത്തിലേക്ക് പോയി. ആ സഫറായി അടുത്ത റബീഉൽ അവ്വൽ പ്രവാചക ജീവിതത്തിലെ ഹിജ്റ 11ാം വർഷത്തിലെ റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ആ രംഗം ഓർക്കാൻ തന്നെയും നിന്ന് ചില ആളുകൾക്ക് വിഷമമാണ്. അവര് പരിഹസിക്കുകയാണ്, വഹാബി നീ റസൂലുള്ളാഹിന്റെ വഫാത്ത് എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ച് അവർ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ പരിഹസിക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ ലോകത്തോട് വിളംബരം ചെയ്ത റബീഉൽ അവ്വൽ ഒരു മുഅ്മിനും മറന്നുകൂടെ അവരുടെ ജീവിതത്തിൽ സ്വഹാബികളൊന്നും മറന്നിട്ടില്ല. കാരണം ആ റബീഉൽ അവ്വലിലെ ദിനങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നത്, യാത്ര പറയുന്നത്. പ്രവാചകന്റെ ജീവിതത്തിൽ ചരിത്രകാരന്മാർ പറയുന്നു റബീഉൽ അവ്വൽ 11 എന്ന് ഏതാണ്ട് സന്ധ്യ മയങ്ങാനെടുക്കുമ്പോ ആ ദിവസം കടന്നു വരുമ്പോ മഹദി ആയിഷ ബീവിയെ തന്റെ പൊന്നാര പ്രിയതമയെ റസൂലുള്ള അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ സമ്പത്തിൽ എത്ര ഇനി ബാക്കിയുണ്ടെന്ന് പോയി നോക്കൂ. ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പത്തൊരു കിഴിക്കെട്ടായി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ 63 കൊല്ലക്കാലവും 4 ദിവസവും ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഈ മുഹമ്മദ് സമ്പാദിച്ചതിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയാക്കിയ എന്റെ ബാലൻസ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കിഴിയിൽ അതുണ്ട്, അത് എടുത്തുകൊണ്ടുവരൂ ആയിഷ, അതിലെത്രയുണ്ടെന്ന് എണ്ണി നോക്കൂ ആയിഷ എന്ന് ആയിഷമ്മയോട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് റബീഉൽ അവ്വലിലാണ്. ആയിഷ ബീവി ആ സമ്പാദ്യത്തിന്റെ കിഴിക്കെട്ടെടുത്ത് പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചതഴിച്ച് എണ്ണി നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് 6-7 ദീനാറുകൾ മാത്രമാണ്. മദീനയിലെ രാജാവിന്റെ കയ്യിൽ ബാക്കിയായ സമ്പത്ത് 6-7 ദീനാറ് മാത്രമാണ്. റബീഉൽ അവ്വൽ 11 അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അതങ്ങ് സദഖ ചെയ്തേക്ക്. മുഹമ്മദിന്റെ ബാങ്ക് ബാലൻസ് ആയി അതുപോലും ആവശ്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അങ്ങ് സദഖ ചെയ്തേക്കു ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം വരുമ്പോ ആയിഷ ബീവി അത് സദഖ ചെയ്യുകയാണ്. വീണ്ടും റസൂലുള്ള ചോദിക്കുന്നു, ഇനി എന്താണ് ബാക്കിയുള്ളത്? അപ്പോ ആയിഷ ബീവി പറയുന്നു, റസൂലേ, അങ്ങ് ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങളുണ്ട്, അതുപോലെ ചില ഉപകരണങ്ങൾ ബാക്കിയുണ്ട്. ആയിഷ ബീവിയോട് റസൂല് പറയുന്നു, അതും എടുത്തുകൊണ്ട് നിങ്ങൾ മറ്റു മുസ്ലിമീങ്ങൾക്ക് അത് സദഖ ചെയ്തേക്ക്. അതും സദഖ ചെയ്യുകയാണ്. കൂട്ടത്തിൽ നോക്കുമ്പോൾ ഒരു പടയെങ്കി കാണാനില്ല. ആ പടയെങ്കി എവിടെയെന്ന് റസൂലുള്ളാഹിയോട് ആയിഷ ബീവി അന്വേഷിക്കുമ്പോ 30 സാഴ് ഗോതമ്പിന് ഒരു ജൂതന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂല് പണയം വെച്ചതാണ്. പ്രവാചകന്റെ വീട്ടിൽ ഒരൽപ്പം പത്തിരി ഉണ്ടാക്കാൻ മാവില്ലാത്തതിന്റെ പേരിൽ ഒരു ജൂതന്റെ കയ്യിൽ 30 സാഴ് ഗോതമ്പിന് പണയം വെച്ച പടയെങ്കി അത് തിരിച്ചെടുക്കണ്ടേ റസൂൽ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറയുന്നു, അത് എടുക്കാൻ എന്റെ കയ്യിൽ പണമില്ലല്ലോ, അത് അദ്ദേഹം എടുത്തുകൊള്ളട്ടെ, അദ്ദേഹം അത് കൊണ്ടുപോയി കൊള്ളട്ടെ.
ഇതാ വീണ്ടും റസൂലുള്ള നോക്കുകയാണ് ചുറ്റും, ഇനി എന്താ ബാക്കിയുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരടിമച്ചക്കനുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ തൃപ്തിനായി കഴിഞ്ഞിരുന്നൊരു ചെറിയ മോനുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, നീ സ്വതന്ത്രനാണ്, പോയിക്കൊള്ളുക. ഇനി നിന്നെ ആവശ്യമില്ല, നീ സ്വതന്ത്രനായി ജീവിച്ചു കൊള്ളുക. ഇനി അടിമയായി നീ ജീവിക്കേണ്ടതില്ല, നീ സ്വതന്ത്രനായി പോയിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ ആ കുട്ടിയെയും സ്വതന്ത്രനായി പ്രഖ്യാപിക്കുകയാണ്. ആ ദിവസത്തിൽ പ്രവാചക ജീവിതത്തിലേക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഇരുൾ കയറി വന്നു. ആ രാത്രിയിൽ സ്വാഭാവികമായും അവിടെ വിളക്ക് കത്തിക്കേണ്ടതുണ്ട്. ആയിഷുമ്മ വിളക്കെടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് കത്തുന്നില്ല. ആ വിളക്കെടുത്തുനിന്ന് കുഴിക്ക് നോക്കുമ്പോൾ അതിൽ എണ്ണയില്ല. ആയിഷ ബീവി പറയുന്നു, ഞാൻ ഇതാ അടുത്ത വീടുകളിലേക്ക് ആളയച്ചു. എന്തിനാണെന്നറിയുമോ? ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ. പിറ്റേന്ന് അല്ലാഹുവിന്റെ റസൂൽ വിട പറയുകയാണ്. വിട പറയുന്ന റസൂലിന്റെ വീട്ടിൽ തലേന്ന് കത്തിക്കാൻ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ആ എണ്ണ അടുത്ത വീടുകളിൽ പോയി. അതേ ആയിഷുമ്മ റളിയല്ലാഹു അൻഹാ ആളെ വിട്ടുകൊണ്ട് അല്പം എണ്ണ സ്വീകരിച്ച് കടമായി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കുകയാണ്. ആ രാത്രി എങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേത് നേരം വെളുത്തപ്പോൾ സുബഹിന്റെ ബാങ്ക് മുഴങ്ങി. ഭൂരിഭാഗം ജുംഹൂർ ഉലമാഉം പറഞ്ഞു റബീഉൽ അവ്വൽ 12-നാണെന്ന്. ആ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവാചകൻ കഴിയുന്ന നേരത്ത് മദീനത്തെ പള്ളിയിൽ ബിലാൽ മുഅദ്ദിൻ ഉറക്കെ ബാങ്ക് കൊടുക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. വാടിത്തളം നിൽക്കുന്ന ഈത്തപ്പന തലപ്പുകൾക്ക് തലപൊക്കാൻ കഴിയുന്നില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു വന്നിട്ട് ദിവസങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് കണ്ടിട്ട് ദിവസങ്ങളായി. മുഖങ്ങളുമായി മദീനത്തെ പള്ളിയിലേക്ക് ആളുകൾ ഇതാ സംഘടിച്ചു വന്ന് സുബഹി നിസ്കരിക്കാൻ വേണ്ടി. ആ നിസ്കാരത്തിന് വേണ്ടി അവർ സത്തുകെട്ടി നിന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കാൻ മുന്നിലേക്ക് ആ സുബഹിക്ക് നിൽക്കാൻ ഒരുങ്ങി നിന്നു. ആ സന്ദർഭത്തിൽ ഇതാ വീണ്ടും നബിയുടെ സ്വഹാബത്ത് നോക്കുകയാണ്. പ്രവാചകനെങ്ങാനും ഇറങ്ങി വരുന്നോ എന്ന് തങ്ങളുടെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂൽ വരുന്നുണ്ടോ എന്നറിയാൻ അങ്ങേറ്റം ആഗ്രഹത്തോടെ തങ്ങളുടെ ഇടതുഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കുമ്പോ ആയിഷ ബീവിയുടെ വീടിന് വാതിലായി ഉണ്ടായിരുന്ന ഒരു കർട്ടനാണ്. ആ കർട്ടൻ ഇങ്ങനെ അനങ്ങുന്നത് സ്വഹാബത്ത് കാണുകയാണ്. ആ രംഗത്ത് അന്നത്തെ സുബഹിയിൽ നടക്കുന്ന കാര്യം എന്താണ്? ആ സുബഹിയിൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കശഫ സിത്ര ഹുജ്റത്തി ആയിഷ, ആയിഷ ബീവിയുടെ വീടിന്റെ വിരിയങ്ങ് നീക്കിയിട്ട് ഫനവറ ഇലൈഹിം, ആ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ സഫ് കെട്ടി നിൽക്കുന്ന സ്വഹാബത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. അവരെല്ലാം ഇങ്ങനെ സഫിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ കൺകുളിർക്ക് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്കി പുഞ്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിലേക്ക് നീങ്ങുകയാണ്. പ്രവാചകൻ ഇറങ്ങി വരും എന്ന നിലയിൽ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ടവരോട് ആംഗ്യം കാണിക്കുന്നു. അതിമ്മൂ സ്വലാത്തക്കും, നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കിക്കൊള്ളുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ഇങ്ങനെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും നബിയുടെ ആ ശോഭയാർന്ന മുഖത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയാതെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വഹമ്മൽ മുസ്ലിമൂന അയ്യസ്തനൂ ഫീ സ്വലാത്തിഹിം, പോകുമോ ഇന്നത്തെ സുബഹി തന്നെ ഞങ്ങൾക്ക് മോശമായി പോകുമോ, നഷ്ടമായി പോകുമോ എന്ന് പോലും അവരെ ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി നിൽക്കുമ്പോൾ പ്രവാചകന്റെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയാതെ സ്വഹാബത്ത് വിഷമിക്കുമ്പോ ആ കത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലകത്തേക്കിട്ട് വലിച്ചിട്ടു എന്നാണ്. ഇത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്.
ആ സുബഹി പ്രവാചകൻ നിസ്കരിച്ചത് വീട്ടിലാണ്. ആ സുബഹിക്ക് ശേഷം അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം ഹദീസിൽ കൃത്യമാണ്. എന്തേ അത് പറയാൻ പ്രയാസം, എന്തേ അത് ഓർക്കാൻ പ്രയാസം, എന്തേ അത് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പ്രയാസം? എന്തിനാണ് ഖാസിമിയെ നിങ്ങൾ അതിൽ പരിഹസിക്കാൻ വരുന്നത്? എന്തിനാണ് ഖാസിമി അതിന്റെ പേരിൽ വഹാബികൾ നിങ്ങൾ ആക്ഷേപിക്കാൻ വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റബീഉൽ അവ്വൽ 12 ഹിജ്റ 11 ദിവസം ചരിത്രത്തിൽ നിർത്തി കളയാൻ നിങ്ങൾക്ക് കഴിയുമോ? മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതില്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. നിങ്ങളെപ്പോലെ 10,000 അണിനിരന്നാലും സർവ്വക്കള്ളത്തെ ഈ കെട്ടുകാരൻ മറുഭാഗത്ത് വന്നാലും സർവ്വ ഈ വിഘടനവാദികൾ ഒന്നിച്ചു നിന്നാലും റസൂലുള്ളാഹിന്റെ ജീവിതവും പ്രവാചക ജീവിതത്തിലെ അവസാന റബീഉൽ അവ്വലും ചരിത്രത്തിൽ എടുത്തു കളയാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. കാരണം ലോകത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾ 14 കഴിഞ്ഞിട്ടും അത് സംരക്ഷിച്ചു പോന്നു. ആ റസൂലുള്ളാഹിന്റെ വീട് എങ്ങനെയാണ്, ആ വീടിന്റെ ഉള്ളിൽ റബീഉൽ അവ്വലിൽ നടന്നതെന്താണ് എന്ന് കൃത്യമായി ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ വീടിന്റെ അടുത്തളത്ത് തന്നെ ആയിഷുമ്മാന്റെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആയിഷ, ഓ ആയിഷ, നിനക്കറിയുമോ മാ അസാലു അജിദു അലമത്താമില്ലദീ അകൽതു ബി ഖൈബറ ഹാദാ ഫഹാദാ അവാനു വജത്തും കിതാബ് ഹരീമിൻ ദാലിക സുമ്മ. അന്ന് ഖൈബറിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോ ആ ജൂതപ്പെണ്ണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസഭാഗമായ ആടിന്റെ കുറക്, ആ ആടിന്റെ കുറകിൽ ഉഗ്രവശം പുരട്ടി തന്നെ ഊട്ടിയില്ലയോ? എന്റെ കൂടെ വന്ന് ബിശ്റത് കഴിച്ച് സൽക്ഷണം അവിടെ വീണ് മരിച്ചില്ലയോ? ആ ദിവസം എന്റെ ഉള്ളിലേക്ക് ഞാൻ ഇറക്കിയ ആ ഇറല്ലോ, അതിന്റെ ഉള്ളിൽ പുരട്ടിയ ഉഗ്രവിഷമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ഇസ്മത്തിന്റെ ഭാഗമായി എന്റെ രക്തത്തിൽ അത് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു, എന്റെ ശരീരത്തിൽ അത് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിഷം ഇളകി തുടങ്ങി. ആയിഷ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ വിഷം എന്റെ നാടികളിൽ നരമ്പുകളിൽ പ്രവർത്തിച്ചിട്ട് എന്റെ നാടീ നരമ്പുകൾ പൊട്ടിപ്പോകുന്ന വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിളിച്ചു പറയുമ്പോ നബിയുടെ വേദന കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ പുന്നാരമോൾ ഫാത്തിമ ബീവി എവിടെയുണ്ട്? ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ റൂമിലുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നബിയുടെ റൂമിലുണ്ട്. പ്രവാചകന്റെ ഈ പ്രയാസം കണ്ട് പുന്നാര മകൾ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്നത് പോലെ നടക്കുന്ന ഫാത്തിമ, റസൂലുള്ളാഹിന്റെ ഫോട്ടോ കോപ്പി എന്ന് പലരും പറഞ്ഞ ആ ഫാത്തിമ, നബിയുടെ ജീവിതത്തിൽ ആ ഫാത്തിമ വളരെ ചെറുപ്പമായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് അവിടെയുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ഖുറൈശി പ്രമുഖരായ ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ ഒരുങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ കഅബാലയത്തിന്റെ തണലിൽ സുജൂദിൽ കിടക്കുമ്പോ പ്രവാചകനെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ടുവന്ന് ഭാരമേറിയ ഒട്ടകപ്പണ്ടം പ്രവാചകന്റെ മുതുകത്തെടുത്തു വെച്ചിട്ട് സുജൂദിൽ നിന്ന് തലയുയർത്താൻ കഴിയാതെ സുജൂദിൽ കിടന്ന് കരയുന്ന ഏങ്ങലിടിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് അബൂജഹലടക്കം മുത്ബത്തടക്കം സൈബത്തടക്കമുള്ള ഖുറൈശി പ്രമുഖന്മാർ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കുമ്പോ തലയുയർത്താൻ കഴിയാതെ സുജൂദിൽ കിടന്നിട്ട് ഭൂമിയോട് മുഖമമർത്തിയിട്ട് കഅബാലയത്തിന്റെ തണലിൽ മുഹമ്മദ് റസൂലുള്ള കിടക്കുമ്പോ ഒച്ച കേട്ട് ആരവം കേട്ട് കുഞ്ഞുമോളായിരുന്ന ഫാത്തിമ ബീവി ഓടി വന്ന് എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അവിടെ പ്രശ്നം, എന്താണ് എല്ലാവരും കൂക്കുന്നത്, എന്താണ് എല്ലാവരും കൈയടിക്കുന്നത് എന്നറിയാൻ ആ കുഞ്ഞുമോൾ ഇറങ്ങി ഓടി വന്ന് നോക്കുമ്പോ തന്റെ ചങ്കായ തന്റെ കരളായ തന്റെ പിതാവായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഉപ്പയെ സുജൂദിൽ കിടത്തിയിട്ട് ഖുറൈശികൾ ഒട്ടകത്തിന്റെ പണ്ടമെടുത്ത് ആ പ്രവാചകന്റെ മുതുകത്ത് വെച്ച് പീഡിപ്പിക്കുമ്പോ വിഷമിപ്പിക്കുമ്പോ ഒരാൾ പോലും അരുതെന്ന് പറയാനില്ലാതിരുന്ന ആ സമയത്ത് ആ കുഞ്ഞുമോളോടി വന്നുകൊണ്ട് തന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് തന്റെ പിതാവിന്റെ മുതുകത്ത് നിന്ന് ഒട്ടകത്തിന്റെ
കുടൽമാല തട്ടിമാറ്റി ആ വാപ്പയെ എഴുന്നേൽപ്പിച്ചിരുത്തിയെങ്കിൽ ആ ഖുറൈശികളുടെ മുന്നിൽ, ഗുണ്ടകളുടെ മുന്നിൽ ആ ചെറിയ പ്രായത്തിൽ ധീരത കാണിച്ച മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്താകുന്ന റബീഉൽ അവ്വലിന്റെ ആ നേരത്ത് പാചകന്റെ വീട്ടിൽ നിന്നിട്ട് വാപ്പയെ വിളിച്ച് പറയാണ്, വാ കർബാ, ഉപ്പ അങ്ങയുടെ വേദന എനിക്ക് താങ്ങാൻ കഴിയുന്ന വേദനയല്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്ന വേദനയല്ല, എനിക്കൊരു അങ്ങയുടെ വേദന താങ്ങാൻ കഴിയുന്നില്ല ഉപ്പ എന്ന് പൊന്നുമോളവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ മരണത്തോട് മരണത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന, മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ച് മാറത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ മകളുടെ ചെവിയിൽ ഇതാ ഒരു രഹസ്യമങ്ങ് പറയുമ്പോ ആ പെണ്ണ് അഥവാ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പുന്നാരമോള് വാവിട്ട് നിലവിളിക്കുന്നു, ഉറക്കെ കരയുന്നു. ഇതാ വീണ്ടും റസൂലുള്ള കരയുന്ന പൊന്നുമോളെ വീണ്ടും അടുത്തേക്ക് അടുപ്പിച്ച് വെച്ച് വീണ്ടും രഹസ്യം പറയുന്നു. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോള് കരച്ചിലടയിൽ ചിരിച്ചു പോകുന്നു. അത് കണ്ട ആയിഷ ബീവി ആ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ പ്രിയതമയാണ് ഫാത്തിമ ബീവി വിളിച്ച് ചോദിക്കുന്നു, എന്തേ മോളെ ഉപ്പ ആദ്യം നിന്നോട് പറഞ്ഞത് കൂടുതൽ നീ കരയാൻ കാരണമായ കാര്യം എന്താണ്? പിന്നെന്തേ മോളെ നീ കരച്ചിലടയിൽ ഉപ്പ രണ്ടാമത് രഹസ്യം പറഞ്ഞപ്പോ നീ ചിരിച്ചത് എന്ന് ചോദിച്ചപ്പോ അതേ മകള് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മ ആദ്യം നിന്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, ആദ്യം എന്നെ അണച്ചുകൊണ്ട് പറഞ്ഞത്, ഉപ്പ എന്നോട് പറഞ്ഞത്, മോളെ ഈ കിടപ്പിൽ കിടന്ന് ഉപ്പ മരിക്കുകയാണ്, ഉപ്പ യാത്ര പറയുകയാണ്, ഉപ്പ ജീവിതത്തിലേക്ക് ഇനി വരില്ല, ഉപ്പയുടെ വേദനയാണിത്, അവസാന വേദനയാണിത്, എന്റെ നാടികളിൽ പോലും ഇപ്പോൾ ഇതാ വിഷമിങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് നരമ്പുകൾ ഇങ്ങനെ പൊട്ടുന്ന വേദനയുണ്ടത് എന്തിനാണെന്നറിയോ? അത് ഷഹീദിന്റെ പ്രതിഫലം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ പ്രതിഫലം എനിക്ക് തരാനാണ്. അത് അവസാനത്തെ വേദനയാണ് മോളെ. ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല, ഈ ദിവസം കഴിഞ്ഞാൽ ഉപ്പക്ക് പിന്നെ കർബില്ല, പ്രയാസമില്ല, ഉപ്പ യാത്ര പറയുകയാണെന്ന് ഇതാ പൊന്നുമോളോട് റസൂല് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ മകള് കരഞ്ഞത്. ആ കരച്ചിൽ കണ്ട് റസൂൽ അടുത്തേക്ക് വിളിച്ച് രണ്ടാമത് മകളോട് പറഞ്ഞ വാചകം അത് മറ്റൊന്നുമല്ല, ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യമായി ഉപ്പഴടിക്കലേക്ക് ഓടി വരുന്നത് മോളെ നീയായിരിക്കും. ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഉപ്പയിലേക്ക് വന്നു ചേരുന്നത് മോളെ നീയായിരിക്കും. നീ വിഷമിക്കേണ്ട, ആദ്യമായി മോളെ നീയായിരിക്കും ഈ കുടുംബത്തിൽ നിന്ന് ഉപ്പയിലേക്ക് വന്നു ചേരുക എന്നെന്റെ ഉപ്പ എന്നോട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം വേഗം എന്റെ ഉപ്പയിലേക്ക് തന്നെ ഓടിയെത്താമല്ലോ എന്ന സന്തോഷം കൊണ്ടാണ് ഞാൻ തിരിച്ചത് ഉമ്മ എന്ന് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ആ വേളയിൽ പ്രവാചകൻ മകളെ സമാധാനിപ്പിക്കുമ്പോഴും ശരീരം വേദനിക്കുന്നുണ്ട്. പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നൊരു തുണി കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്തേക്ക് അത് വലിച്ചിടുന്നുണ്ട്, ഒരു പുതപ്പെടുത്തിട്ട് വീണ്ടും അത് തട്ടിമാറ്റുന്നുണ്ട്. അതിനിടയിലും ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ പറയുന്നുണ്ട്. മഹദി ആയിഷ ബീവി എന്താണ് ഈ നേരത്തെ റസൂല് പറയുന്നത് എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിനോട് തന്റെ കാതടിപ്പിക്കുമ്പോ ആ നേരത്തും ലോകത്തിന്റെ നേതാവ് തന്റെ ഉമ്മത്തിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തേ റസൂല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇത് ഏതെങ്കിലും വഹാബിയുടെ കിതാബ് വായിക്കുകയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും മലയാള ബുക്ക് പറയുകയല്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ ഹദീസിലുള്ളത്? പ്രവാചകൻ തുണി ഇങ്ങനെ മുഖത്തേക്ക് ഇടുകയും എടുത്തു മാറ്റുകയും ചെയ്യുന്നതിനിടയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുകൊണ്ടേയിരുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. അല്ലാഹു ഏറ്റവും അനുഗ്രഹിച്ചവരാണ് ഇസ്രായേൽ സമൂഹം. യാക്കൂബ് നബിയുടെ സന്തതികൾ അല്ലാഹു ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹിച്ച ജനതയിൽ നിന്ന് ചിലർ പിഴച്ചുപോയിട്ടുണ്ട്. നസാറാക്കളായവര് മാറി, യഹൂദികളായവര് മാറി.
ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് ആ സംഘം വിധേയരാവുകയും ചെയ്തു. എന്തിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ ലഅനത്തിന് അവർ വിധേയരായത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. മാനസിക രോഗികളായി പിറുപിറുത്തു നടന്ന ആളുകളുടെ ഖബറുകളെ ആരാധി നല്ല പറയുന്നത്. നേരെ മറിച്ച് യഹൂദ നസ്റാക്കൾ അവരിലേക്ക് അല്ലാഹു നിയോഗിച്ച അമ്പിയാക്കളുണ്ട്, ഉലുൽ അസ്മുകൾ അടക്കമുള്ള അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കളുടെ ഇതുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിനാൽ അല്ലാഹുവിന്റെ ശാപകോപത്തിന് അവർ വിധേയമായി എന്ന് റസൂല് പറയുന്നത് റബീഉൽ അവ്വലിലാണ്. പ്രവാചകൻ വഫാത്തായി കൊണ്ടിരിക്കുന്ന നേരത്താണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ ആ മഹദിയാണ് ആ ഹദീസിന് ശറഹ് എഴുതുന്നത്. എന്തേ മഹദി ആയിഷ ബീവി എഴുതിയ ശറഹ് എന്നറിയുമോ? യുഹദ്ദിറു മാ സനഊ, എന്തേ വഫാത്താകുന്ന വേദനക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലിക്കാരും പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം യുഹദ്ദിറു മാ സനഊ, മുസ്തനബിയുടെ കാര്യത്തിൽ തന്റെ ഉമ്മത്ത് അങ്ങനെ ചെയ്യരുത് എന്ന താക്കീതാണ് റസൂല് നൽകുന്നത്. വഫാത്തായിക്കൊണ്ടിരിക്കുന്ന റസൂല് നൽകുന്ന താക്കീതാണ്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന കേന്ദ്രമാക്കരുത് എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് താക്കീത് നൽകുക മാത്രമല്ല, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തെ ഇത് ചിന്തിക്കണം. തിരൂര് പോകുന്ന വഴിയിൽ യാഹൂത്തൻ ഖബർ ഒന്നല്ല രണ്ടാണ്. എന്തേ ഖൗമ് ബഹളം വെച്ചുണ്ടാക്കിയതാണ്. ഒന്നുപോലെ രണ്ടു വേണം വഴക്കിട്ടുണ്ടാക്കിയ രണ്ട് ഖബറാണ് യാഹൂത്തങ്ങൾക്കുള്ളത്. CM മടവൂര് ഒരു മക്കാമല്ല രണ്ട് മക്കാമാ ഉള്ളത്. രണ്ട് ഗ്രൂപ്പിനും ഓരോന്ന് വേണമെന്നവർ രൂപത്തിൽ വാശിയാണ്. അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ എത്രയെത്രയോ ഉയർത്തിക്കെട്ടിയ അതേ നേർച്ച പൂരങ്ങൾ നടക്കുന്ന ഖബറുകളാണുള്ളത്. എന്നാൽ ലോകത്തേതെങ്കിലും ഒരു ഖബർ ആ നിലക്ക് കെട്ടിപ്പൊക്കി ആദരിച്ച് നേർച്ചപ്പൂരം നടത്താൻ അവകാശമുണ്ടായിരുന്നെങ്കിൽ അത് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഖബറാണെങ്കിൽ ആ ഖബർ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് റസൂൽ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ്. നിങ്ങൾ ആലോചിക്കണം, ഈ അടുത്ത സമയത്തും പല ഘട്ടങ്ങളിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്നൊരു സഖാഫി അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട് വളരെ അഭിമാനത്തോടെ. ഇടമുറ്റത്ത് വെച്ചുകൊണ്ട് മുജാഹിദ് ഞാൻ വാദപ്രതിവാദം നടത്തിയപ്പോ അതേ ഞാൻ വഹാബികളോട് ചോദിച്ചു ഒരു ചോദ്യം. ആ ചോദ്യം എന്താന്ന് പറയുന്നു അദ്ദേഹം. അതെന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ട് ആ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലേ മൗലവി? അതായത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാണ്. മനസ്സിലാക്കണം, ആ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലേ മൗലവി? ഇത് ഞാൻ ഇടമുറ്റത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണെന്ന് വളരെ വീമ്പിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് അറിയപ്പെട്ടിടത്തോളം ഒരു ദുആ അല്ലാത്ത മുഴുവൻ ദുആവും അല്ലാഹു കബൂലാക്കിപ്പോയി. ഒരു ദുആ അല്ലാഹു സ്വീകരിച്ചില്ല. അതെന്താ? ആ റസൂൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് എന്റെ ഉമ്മത്തിനെ ഗ്രൂപ്പുകളാക്കി കക്ഷികളാക്കി പരസ്പരം തല്ലുന്ന അവസ്ഥയുണ്ടാക്കല്ലേ അല്ലാഹ്. എന്റെ ഉമ്മത്ത് ഞാൻ മരിച്ചാലും ഏക ഉമ്മത്തായി ഒരു കക്ഷിത്വമില്ലാതെ ഒരു വഴക്കുമില്ലാതെ ഒരേ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കണേ അല്ലാഹ്. ആ ദുആ അല്ലാഹ് കബൂലാക്കിയില്ല, അല്ലാഹ് സ്വീകരിച്ചില്ല. മുഹമ്മദ് നബിയോട് പറഞ്ഞു, ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് ദുആഇന് അത് സാധിച്ചു തരില്ല എന്നാണ് റബ്ബിന്റെ ഇജാബത്ത് വന്നത് എന്ന് ഹബീബുൽ വഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുആയല്ലാത്ത മുഴുവൻ ദുആയും അല്ലാഹു കബൂലാക്കിയില്ലയോ? ആ റസൂലുള്ളാഹിന്റെ ദുആ കബൂലാക്കിയത് കൊണ്ടാണ് ഈ നൂറ്റാണ്ടിലെ നമുക്കറിയാം ടെക്നോളജികൾ എത്ര വികസിച്ച കാലമാണ്. AI ടെക്നോളജികൾ പോലും ലോകത്ത് ചെറിയ മക്കൾ 5 വയസ്സ് 6 വയസ്സ് പ്രായം
പ്രായമുള്ള മക്കൾ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതാ പഴയ കാലത്ത് നമ്മുടെ വല്യുമ്മാന്റെ ഫോട്ടോ എടുത്ത് വെച്ച് അതിനെ ഇതാ വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന കാലത്ത് പോലും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതേ പരിശുദ്ധമായ മദീന മുനവ്വറയില് അതേ മസ്ജിദുൻ നബവിയുടെ ഓരത്ത് ആയിഷുമ്മാന്റെ വീടിനകത്ത് പരിപൂർണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മറയല്ല, നേരെ മറിച്ച് 5 മറക്കുള്ളില്, 5 മറയുടെ ഉള്ളില് ആർക്കും ഒന്ന് തൊടാൻ കിട്ടാതെ, ആർക്കും ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടാതെ, ആർക്കും ഒന്ന് കറു ചെല്ലാൻ കഴിയാതെ ഭൂമിക്ക് മുകളിൽ മസ്ജിദുൻ നബവിയുടെ ഓരത്ത് മഹതിയായ ആയിഷുമ്മാന്റെ ഹുസറയുടെ ഉള്ളില് 5 മതിലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട, 5 മറകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കഥെങ്കിലും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഖബറാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ഉമർ ഫാറൂഖ് എന്നവരുടെ ഖബറാണ്. മനസ്സിലാക്കണം, ഇനി ഒരു ഖബർ കൂടി അവിടെ വരാനുണ്ട്. അത് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറാണ്. മനസ്സിലാക്കണം, ഈ നൂറ്റാണ്ടിലും ആ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട ഏക ഖബർ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഖബറാണ്. എന്തുകൊണ്ട്? റസൂൽ വഫാത്താകുന്ന നേരത്ത് അല്ലാഹനെ ഏൽപ്പിച്ചു പോയതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദു. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ്. കാലം എത്ര കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു. അതിന്റെ അടിയിലൂടെ തന്നെ വന്ന് തുറന്നെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതും നടത്തിയതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയില്ലയോ? അടിയിൽ ഈയം കൊണ്ട് കവർ ചെയ്ത് സുരക്ഷിതമാക്കപ്പെട്ട ലോകത്തിലെ ഏക കബർ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. എന്തുകൊണ്ടത് സംരക്ഷിക്കപ്പെട്ടു? ഭൂമിക്ക് മുകളിൽ തന്നെ മഅറൂഫായി അറിയപ്പെട്ടിടത്ത് തന്നെ മശ്ഹൂറായി തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? വിട പറയുന്ന നേതാവ് അല്ലാഹനെ ഏൽപ്പിച്ചു പോവുകയാണ്, ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതേ യഹൂദ നസറാക്കൾ അവർ കിതാബ് കിട്ടിയവരാണ്, ഇഞ്ചീലും തൗറാത്തും ഒക്കെ ഓതിപ്പടിച്ച ആലിമീങ്ങളാണ് കൂട്ടത്തിലുണ്ടായത്. പക്ഷേ എന്നിട്ടും അല്ലാഹുവിന്റെ ലഅനത്ത് അവർക്ക് കിട്ടാൻ കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയത് കൊണ്ടാണ് റസൂലുള്ള താക്കീത് നൽകുന്നു. എന്ന് മാത്രമല്ല, കിടന്ന കിടപ്പിൽ ഈ ലോകത്തോട് വിട പറയുന്ന നേതാവ് അവിടെ നിന്നുകൊണ്ടും വസിയ്യത്ത് നൽകുകയാണ്. ലോകത്ത് പ്രവാചകന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ അണികൾക്ക്, അനുയായികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇതാ വസിയ്യത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വസിയ്യത്ത്? നിസ്കാരത്തിന്റെ കാര്യം അത് ഗൗരവമുള്ള കാര്യമാണ്. ഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂഉള്ള മനുഷ്യർക്കല്ലാത്ത മുഴുവൻ ആളുകൾക്കും അത് വലിയ എടുത്താൽ പൊങ്ങാത്ത മലയായിട്ട് അനുഭവപ്പെടുന്ന കാര്യമാണ്. എന്നാൽ എന്റെ ഉമ്മത്തെ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത കാണുന്നു. ഈ ആയിഷാന്റെ മാറിൽ കിടന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. മാത്രമല്ല, പ്രവാചകനൊത്ത ജീവിതത്തിൽ പരസ്പരമുള്ള സ്നേഹലാളനയിൽ തന്റെ പ്രിയതമനോടുള്ള ഇഷ്ടവും സ്നേഹവും കരുതലും കാരുണ്യവും അവിടെയുണ്ടായ സുന്ദരമായ അനുഭവങ്ങളോ ആ മഹദി പറയുന്നത് എന്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ അനുഗ്രഹം. മുഹമ്മദ് റസൂലുള്ള വഫാത്താകുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ട ആയിഷയുടെ ഉമ്മനീരും ഖാത്തിമുൽ അംബിയാ ഇബാഉൽ ഹംദിന്റെ വാഹകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മനീരും അല്ലാഹു അതൊന്ന് ചേർക്കുകയുണ്ടായി. എങ്ങനെയാണെന്ന് മഹദി അഭിമാനത്തോടെ പറയാണ്. ദഖല അലയ്യ അബ്ദുറഹ്മാൻ. ആ റബീഉൽ അവ്വൽ 12 അന്ന് സുബഹ് കഴിഞ്ഞ് ഏതാണ്ട് ദുഹയുടെ നേരമെടുത്ത് കുറച്ച് അതിനു മുമ്പ് ഇതാ എന്റെ വീട്ടിലേക്ക്, എന്റെ റൂമിലേക്ക് എന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വന്നപ്പോ വബിയദിഹി സിവാക്ക്, അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. വഅന മുസ്നിദത്തുൻ റസൂലല്ലാഹ്, ഞാനാകട്ടെ മുത്തുനബി എന്റെ നെഞ്ചത്ത് എന്റെ മാറിലേക്ക് ഇങ്ങനെ ചാരി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, യൻദുറു ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ
അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള ആ മിസ്വാക്കിന്റെ കൊള്ളിയിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടപ്പോ നബിയുടെ ആ നോട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് ആ മിസ്വാക്ക് ഇഷ്ടപ്പെട്ടു. റസൂലുള്ള ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് വേണ്ടി ആ മിസ്വാക്കിന്റെ കൊള്ളി ഞാൻ വാങ്ങിത്തരട്ടെയോ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോ തലയാട്ടി നബി പറയാണ്, ആ മിസ്വാക്ക് വാങ്ങിയാലുമെന്ന്. ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ പല്ല് അത് മിസ്വാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ അത് ഹാർഡായി അനുഭവപ്പെട്ടു, അതല്പം കാഠിന്യമായി അനുഭവപ്പെട്ടു. ആ ഘട്ടത്തിൽ നബിയോട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് ഞാനൊരു സോഫ്റ്റാക്കി തരട്ടെയോ, ഇതൊന്ന് സോഫ്റ്റാക്കി തരട്ടെയോ, ഒന്ന് കടിച്ച് ഞാൻ സോഫ്റ്റാക്കി തരട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴും പ്രവാചകൻ തലയാട്ടിക്കൊണ്ട് അതൊന്ന് സോഫ്റ്റാക്കിയാലുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വായിലേക്കിട്ട് പല്ലുകൊണ്ട് ആ മിസ്വാക്കിന്റെ കൊള്ളി കടിച്ച് അതിന്റെ അഗ്രഭാഗം ഇതാ ചതച്ചു കൊടുത്തു. അങ്ങനെ ആ ചതച്ച മിസ്വാക്ക് റസൂലുള്ളാഹിന്റെ പല്ലിലേക്ക് ചേർത്ത് വെച്ചപ്പോ ആ നേരത്ത് എന്റെ ഉമിനീരും റസൂലുള്ളാഹിന്റെ ഉമിനീരും ഒന്ന് ചേരുകയുണ്ടായി എന്ന് ആയിഷ ബീവി പറയുകയാണ്. ആ മിസ്വാക്ക് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും എന്നിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ഇത് പറയുന്നതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സകറാത്ത്. ലോകത്തൊരു നേതാവും മരണമെന്തെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. മരണനേരെ കരഞ്ഞ ആളുകളുണ്ട്, ബഹളം വെച്ചവരുണ്ട്, മാനസിക സമ്മർദ്ദത്തിലകപ്പെട്ടവരുണ്ട്. എന്നാൽ ലോകത്തോട് മരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മരണമെന്താണെന്ന് വിളിച്ചു പറഞ്ഞ ഒരാളുമില്ല. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹിയല്ലാതെ, ലോകത്തിന്റെ നേതാവല്ലാതെ, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ആ നേരത്ത് റസൂൽ അനുഭവിക്കുന്ന ആ മരണത്തിന്റെ അവസ്ഥ എന്തെന്ന് ലോകത്തോട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സകറാത്ത്. മരണം വല്ലാത്തൊരനുഭവമാണ്, മരണം വല്ലാത്തൊരനുഭവമാണ്, മരണം വല്ലാത്തൊരനുഭവമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, അല്ലാഹുവേ എന്നോട് കരുണ കാട്ടണേ അല്ലാഹ്, അല്ലാഹുവേ വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, റഫീഖുൽ അഅ്ലയിലേക്ക് എന്നെ ചേർക്കണമേ അല്ലാഹ്. പ്രവാചകൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ആ വാചകങ്ങൾ ഓരോന്നോരോന്നായി കുറഞ്ഞു വന്നു. അല്ലാഹുമ്മ റഹ്മനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. പിന്നെ അതും കുറഞ്ഞു, വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. പിന്നെയും കുറഞ്ഞു, അർറഫീഖുൽ അഅ്ലാ. പ്രവാചകൻ തന്റെ വിരലിങ്ങനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അർറഫീഖുൽ അഅ്ലാ, അർറഫീഖുൽ അഅ്ലാ, അർറഫീഖുൽ അഅ്ലാ എന്ന് പറഞ്ഞ പ്രവാചകൻ പെട്ടെന്ന് തന്നെ ഇതാ പറച്ചിൽ നിർത്തി. റസൂലുള്ളാഹിന്റെ കൈ നിലത്തേക്ക് വീണുപോയി. പ്രവാചകന്റെ ആ തലഭാഗം എന്റെ മാറിൽ നിന്നൊരൽപ്പം ചാഞ്ഞുപോയി. ആയിഷ ബീവി പറയാണ്, എന്റെ റസൂലുള്ള വീണു പോകുമോ എന്ന് പേടിച്ചിട്ട് ആ റസൂലുള്ളയെ ഞാനങ്ങ് വാരിയെടുത്തു. എന്നിട്ട് പ്രവാചകനെ എന്റെ മാറിലേക്ക് തന്നെ ഞാൻ അമർത്തി വെച്ചപ്പോ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ലോകത്തിന്റെ നേതാവ്, അസ്സഫാത്തുൽ വാഹകൻ, മദീനയുടെ രാജാവ്, അബ്ദുള്ളയുടെ മകനായ ആമനയുടെ പൊന്നോമന പുത്രനായ ഫാത്തിമ ബീവിയുടെ വാപ്പയായ ആയിഷുമ്മാന്റെ ഭർത്താവായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ.
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അമ്പിയാക്കൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച പരിശുദ്ധമായ ഇടമായ റഫീഖുൽ അലയിലേക്ക് റസൂലുള്ളാഹിന്റെ റൂഹ്, ആ റൂഹ് മലായിക്കത്തുകളുടെ കരങ്ങളേറി കയറിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് ഇവിടെ പറയുകയാണ്, മുഹമ്മദ് റസൂലുള്ള ഇവിടെ ചോദിക്കുകയാണ്, അതേ റബീഉൽ അവ്വൽ മാസത്തിലെ 12ന്റെ അന്ന് ആയിഷമ്മാന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയപ്പോൾ അതിൽ സന്തോഷിച്ച ഒരൊറ്റ സ്വഹാബി ലോകത്തുണ്ടായിട്ടില്ല. ഖാസിമി, അതിൽ സന്തോഷിച്ച ഒരൊറ്റ സ്വഹാബി ലോകത്തുണ്ടായിട്ടില്ല. സമസ്തക്കാരാ വഹാബികൾ തെരുപറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് മലത്തോട് ഗമിച്ച് മുജാഹിദുകളെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അവസാന റബീഉൽ അവ്വൽ പ്രവാചകന്റെ അന്ത്യശ്വാസത്തിൽ പ്രവാചകന്റെ ഇടപെടലുണ്ടായിരുന്നുവെന്ന് സ്വഹീഹായ ഹദീസുകളിൽ ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചത് ഒരിക്കലെങ്കിലും വായിച്ചുപോയ ഒരുത്തന് ഈ മാസത്തിൽ ആഘോഷിക്കാനോ, ഈ മാസത്തിൽ മധുരവിതരണം നടത്താനോ, ഈ മാസത്തിൽ സ്വർണം കിട്ടാനോ, ഈ മാസത്തിൽ അതേ തിരുവോരങ്ങളിൽ ഡിസ്കോ ഡാൻസ് ചെയ്യാനോ, ഈ പരിശുദ്ധമായ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് ബീജ അടക്കമിട്ട് ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരെ പോലെ തെരുവുകൾ മോശപ്പെടുത്തി പോകാനോ ഒരു മുഅ്മിനിന് കഴിയില്ല. കാരണം അത് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ വേദനയുടെ നിമിഷമാണ്, ലോകം കണ്ട ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ദിനമാണ്. ആ പ്രയാസമുണ്ടായ മദീന മദീന എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മദീന ഇരുണ്ടുപോയ ദിവസമാണത്. മദീന അൻവറായ റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു, മദീന പ്രകാശിച്ച റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു. ആ റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂൽ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന നാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ആ നാളുണ്ടല്ലോ, മദീനയിലെ ഈ തപ്പനകൾക്ക് മുകളിൽ പോലും കയറി നിന്നുകൊണ്ട് മദീനാവാസികളായ ആളുകൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ ബദാഇ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാഇ എന്നുറക്കെ പാട്ടുപാടിക്കൊണ്ട് ഹബീബിനെ സ്വീകരിച്ച ആ ദിവസങ്ങൾ, ആ നിമിഷങ്ങൾ, അന്ന് മദീന അൻവറായിരുന്നു, മദീന പ്രകാശപൂരിതമായിരുന്നു. 14 രാവിലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ച് നിലാവലകൾ പൊഴിക്കുന്നത് പോലെ മനോഹരമായി ആ മദീനയിൽ പ്രകാശപൂരിതമായ അവസ്ഥയായിരുന്നു. എന്നാൽ ആ മദീന ഇരുണ്ടുപോയ ഒരു ദിനമുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലമത്തിൽ മദീന, മദീന ഇരുണ്ടുപോയ ദിവസം, ആ ദിവസം റസൂൽ വഫാത്തായ ദിവസമാണ്. ആ ദിവസത്തിൽ മദീനയിലിരുത്തി സ്പെഷ്യലായ അധ്യാപകനെ ഇരുത്തി പഠിപ്പിച്ച പ്രവാചകനാണത്. വന്നജ്മി ഇലാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പൊടിഞ്ഞു വീഴുന്ന നക്ഷത്രങ്ങൾ തന്നെ സത്യം. സൂറത്തുൽ നജ്മിന്റെ 1-ാമത്തെ ആയത്താണ് വന്നജ്മി ഇലാ ഹവാ. പൊടിഞ്ഞു വീഴുന്ന നക്ഷത്രങ്ങൾ തന്നെ സത്യം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നജ്മി ഇദാ ഹവാ ഒരു നക്ഷത്രത്തെയാണ് കൊണ്ടുന്നത്. പക്ഷെ ആ നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന നക്ഷത്രമാണ്. എന്തേ ആ നക്ഷത്രത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ കാരണമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പൊഴിഞ്ഞു വീഴുന്ന നക്ഷത്രം തന്നെ സത്യമെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കും അത് പറയാൻ അവകാശമില്ല. ഒരു പടപ്പിനെ കൊണ്ട് സത്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. റബ്ബുൽ ആലമീനല്ലാതെ, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു പടപ്പിനെ കൊണ്ട് സത്യം ചെയ്യാനുള്ള അവകാശമില്ല. എന്നാൽ അല്ലാഹു പലതിനെ കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ നജ്മിന്റെ തുടക്കത്തിൽ അല്ലാഹു വന്നജ്മി ഇദാ ഹവാ പൊഴിഞ്ഞു വീഴുന്ന നക്ഷത്രം തന്നെയും സത്യമെന്ന് പറയാൻ കാരണം എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ അടുത്താണ് ഉത്തരം കിട്ടിയത്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ തന്നെയാണ് ഉത്തരം പറഞ്ഞു തരുന്നത്. കാരണം ലോകത്ത് കിട്ടാക്കനിയായ പലതുമുണ്ട്. ലോകത്ത് മനുഷ്യരെത്ര പുരോഗമിച്ചാലും, ശാസ്ത്രമെത്ര പുരോഗമിച്ചാലും, മനുഷ്യരെത്ര ടെക്നോളജികൾ കണ്ടെത്തിയാലും മനുഷ്യന് നേടിയെടുക്കാൻ കഴിയാത്ത ചില സംഗതികളുണ്ട്. ആ സംഗതികൾ
ധാതുക്കളിൽ ഒന്നാണ് അയൺ, ഇരുമ്പ് എന്നുള്ളത്. ഇരുമ്പൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലല്ലാക്കിയത്. ഭൂമിയിലെ മനുഷ്യന് കിട്ടുന്ന ധാതുക്കൾ കൊണ്ട് ഇരുമ്പൊരിക്കലും മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ല. ഭൂമിയിലേതായ സംവിധാനങ്ങൾ കൊണ്ട് ഇരുമ്പിനെ സ്വരൂപിപ്പിക്കാൻ ഒരിക്കലും മനുഷ്യന് കഴിയില്ല. എന്നാൽ ഈ ലോകത്ത് മനുഷ്യ ജീവിതം സാധ്യമാകണമെങ്കിൽ, ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇരുമ്പ് വേണം. അത് പാലം കെട്ടാൻ വേണം, വീട് വെക്കാൻ വേണം. അതിനുവേണ്ടി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ പോലും ഇരുമ്പ് വേണം. അവന്റെ ബ്ലഡിൽ അയൺ കണ്ടന്റ് വേണം. ഈ രൂപത്തിൽ ഭൂമി ലോകത്തെ മനുഷ്യർക്ക് ആവശ്യമായ ഇരുമ്പ് ഭൂമിയിൽ ഇല്ല. ഭൂമിയിലെ ധാതുക്കളിൽ ഇരുമ്പില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയെ പടച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ, മനുഷ്യമാസം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ് അയൺ. ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ് ഇരുമ്പ്. ആ ഇരുമ്പ് വന്നത് നക്ഷത്രങ്ങളിൽ നിന്നാണ്. നക്ഷത്രങ്ങളറന്ന് ഉൽക്കകളായി ഭൂമിയിലേക്ക് സഹസ്രാബ്ദങ്ങളായി പതിക്കാൻ തുടങ്ങി. ആ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഇരുമ്പിന്റെ കണ്ടന്റ് ദുനിയാവിലേക്ക് വരുന്നത്. അത് ഏറ്റവും അധികം ഭൂമിയിൽ വന്ന് അടിഞ്ഞുകൂടിയത് ഭൂമിയുടെ മിഡിൽ ഭാഗത്താണെന്ന് മാത്രമല്ല, ഭൂമിയുടെ മൊത്തം കനത്തിന്റെ 30% ഇരുമ്പിന്റെ കനമാണ്. ഇരുമ്പിന്റെ കനമാണ്. അത്രമാത്രം അതേ ഈ പറയുന്ന ഇരുമ്പ് ഭൂമിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു തത്വമാണ്. ചില നിരീശ്വരവാദികൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലയോ? ചില മോഡേണിസ്റ്റുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലയോ? എന്താണ് അവരുടെ ചോദ്യം? എന്തിനാണൊരു നബി, എന്തിനാണൊരു വേദം, എന്തിനാണ് മോളി നിറക്കുന്നത്? ഇതൊക്കെ ഇവിടെ കിട്ടൂലേ? നമുക്ക് യൂണിവേഴ്സിറ്റി ഇല്ലേ? നമുക്ക് ഭരണഘടനകളില്ലേ? നമ്മൾ തന്നെ നിയമം ഉണ്ടാക്കുന്നില്ലേ? മനുഷ്യരത് പോരെ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് നബി ആകാശത്തെന്ന് വേദഗ്രന്ഥവുമായി വരുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ മറുപടി പറയുന്നുണ്ട്. ഭൂമിയിൽ കിട്ടാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്പെഷ്യലായി പ്രത്യേകമായി ഇറക്കി തരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കത് ഇറക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കില്ല. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം കൊണ്ടുവന്നു. അധ്യായത്തിന്റെ പേരെന്താണെന്നറിയുമോ? സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്ന് പേരുള്ള ഒരു അധ്യായം. സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്ന് പേരുള്ള അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ കൊണ്ടുവന്നു. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ 114 അധ്യായമാണുള്ളത്. ആ 114 അധ്യായമുള്ളതിൽ 114ന്റെ നേരെ പകുതി 57 എന്നതാണെങ്കിൽ ആ 57ാമത്തെ അധ്യായമാണ് ഖുർആനിലെ അൽ ഹദീദ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മിഡിൽ ഭാഗത്താണ് ഏറ്റവും അധികം ഇരുമ്പുകൾ ശേഖരിച്ചിട്ടുള്ളത്. ഭൂമിയുടെ മിഡിലാണ് ഇരുമ്പുകൾ ഏറ്റവും അധികം ശേഖരിക്കപ്പെട്ടത്. എന്നാൽ വിശുദ്ധ ഖുർആൻ 114 അധ്യായം കൊണ്ടുവന്നപ്പോ ആ 114ന്റെ മിഡിൽ അഥവാ 57ാം അധ്യായമായി സൂറത്തുൽ ഹദീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ട് ആ സൂറത്തിൽ ഇരുമ്പിനെ സംബന്ധിച്ചുള്ള പറയാണ്. എന്തേ ഇരുമ്പിനെ പറ്റിയുള്ള പറയുന്നത്? ആ ഇരുമ്പിന്റെ എഫ്ആറാണോ റബ്ബ് പറയുന്നത്? ഒരിക്കലുമല്ല. വലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്തി വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ്. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും വലഖദ് അർസൽനാ റസുലനാ, നാം നമ്മുടെ പ്രവാചകന്മാരെ പറഞ്ഞുവിട്ടു. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന, ആ പ്രവാചകന്മാർക്ക് നാം ഇതാ കിതാബും അവതരിപ്പിച്ചു കൊടുത്തു, മീസാനും ഇറക്കിക്കൊടുത്തു. മീസാനും അതുപോലെ തന്നെ കിതാബും ഇറക്കിക്കൊടുത്തു. യഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങളെ നേരെ ചൊവ്വെ നിലനിർത്തുവാൻ വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? നീതിപൂർവം ജനങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി കിതാബ് ഇറക്കിക്കൊടുത്തു എന്ന് പറഞ്ഞ ഉടൻ അതിനോട് ചേർത്തിട്ടാണല്ലോ പറയുന്നത് വഅൻസൽനൽ ഹദീദ, ഇരുമ്പും അല്ലാഹു ഇറക്കിത്തന്നു. ഏതുപോലെ കിതാബ് ഇറക്കിയതുപോലെ
തന്നതുപോലെ, ഇരുമ്പ് നിങ്ങൾക്ക് ഭൂമിയിലില്ലാത്തത് പ്രത്യേകമായി ഇമ്പോർട്ട് ചെയ്ത് തന്നതുപോലെ കിതാബ് ഭൂമിയിലില്ല. ഭൂമിയിലെ വസ്തുവകകൾ കൊണ്ട് കണ്ടെത്താൻ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്ത കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ കിതാബ് ഇറക്കി തന്നു, ഹദീദ ഇരുമ്പും നിങ്ങൾക്ക് ഇറക്കി തന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി. മനുഷ്യൻ ശാസ്ത്ര പുരോഗതിയുടെ പടികൾ താണ്ടിക്കിടക്കുന്ന കാലത്ത് എന്തിനാണ് ദീൻ, എന്തിനാണ് റിസാലത്ത്, എന്തിനാണ് കിതാബ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവന് തൃപ്തികരമായ രൂപത്തിൽ കിട്ടുന്ന രൂപത്തിലാണ് അല്ലാഹു അവതരിപ്പിച്ചതെങ്കിൽ ഇനി നമ്മൾ പോവുക സൂറത്തുൻ നജ്മിലേക്ക്. വാനലോകത്ത് മിന്നിത്തിളങ്ങുന്നതിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം. ആ നക്ഷത്രത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് ഇരുമ്പെത്തുന്നത്. ഹദീദ് അവിടുന്നാണ് ഭൂമിയിലില്ലാത്ത ഇരുമ്പ് വരുന്നതെങ്കിൽ ആ നക്ഷത്രം തന്നെയും സത്യം. മാവല്ല സാഹിബുക്കും മാഹവാ, നിങ്ങളുടെ സാഹിബായ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പിഴച്ചു പോയിട്ടില്ല. ആ റസൂലുള്ളാഹിക്ക് അബദ്ധം വിളഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സാധാരണ മുല്ലമാരും മൊല്യമാരും ഖാദിയമാരും കിതാബ് നോക്കിയിട്ട് ഫത്വ പറയുന്നത് പോലല്ല ലോകത്തിന്റെ നേതാവ് മതം പറയുന്നത്. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനമാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ സന്ദേശങ്ങൾ മുഴുവനുമുള്ളത്. തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല ആ റസൂല്. അതുകൊണ്ട് തന്നെ അബൂ ദുഐബ് അൽ ഹുദലി ആരുടെ വചനമാണിതെന്ന് ചോദിക്കുമ്പോ അതേ മദീനത്തും മക്കത്തുമായി വിശുദ്ധ ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് അബൂ ദുഐബ് അൽ ഹുദലി അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹമാണ് എന്തേ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിയെത്തണമെന്ന സാഹിത്യകാരൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം ഒരു കുതിരയെ സംവിധാനിക്കുകയാണ്. ആ കുതിരയുടെ പുറത്ത് കയറിയിരുന്നു കൊണ്ടുറക്ക പാട്ടുപാടിയിട്ട് മരുഭൂമിയിലെ ഓരോ മണൽ പ്രദേശങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഓരോ ഗ്രാമാന്തരങ്ങളെയും താണ്ടിക്കടന്നുകൊണ്ട് അബൂ ദുഐബ് ഇങ്ങനെ യാത്ര ചെയ്ത അവസാനം അദ്ദേഹത്തിന് ക്ഷീണം ബാധിച്ചപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി അദ്ദേഹം തന്റെ കുതിരയെ അവിടെ കെട്ടിയിട്ട് ആ തണലിൽ എഴുന്നു വിശ്രമിക്കുവാൻ വേണ്ടി ആ ഇരുപ്പിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. ആ ഉറക്കം അങ്ങനെ തുടരുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിലേക്ക് ഒരു കവിത വന്നടിക്കുകയാണ്, അഞ്ഞടിക്കുകയാണ്. എന്താണ് ഖത്ബുൻ അദല്ല അനാഖബിൽ ഇസ്ലാമി ബൈനൻ നഖീലി വമഅഖിദിൽ ആതാമി ഖുബ്ലൻ നബിയ്യു മുഹമ്മദുൻ ഫഅയൂനുനാ തുജ്രി ദുമുഅ അലൈഹി ബിസ്താമി. അതേ മദീനയിലെ ഓരോ വീടുകളും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മദീനയിലെ ഓരോ വീടുകളിൽ നിന്നും കണ്ണീര് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ടുണ്ട്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു വിളിയാളമാണ് ആര് കേൾക്കുന്നത്? അബൂ ദുഐബ് അൽ ഹുദലി കേൾക്കുന്നത്. അദ്ദേഹം മുറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹം ചെവിവട്ടം പിടിച്ചു. ആ കവിത ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, അല്ലാഹ് അത് സംഭവിക്കല്ല അല്ലാഹ്, എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹിയെ കാണാൻ ഇറങ്ങി വന്നവനാണു ഞാൻ. അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ഇതാ കുതിരപ്പുറത്ത് ചാടിക്കേറി കുതിരയെ ആട്ടി ഓടിച്ച് വളരെ വേഗത്തിൽ വളരെ സ്പീഡിലോടുകയാണ്, മദീനയിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം പറയുന്നു മദീന, ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് കരച്ചിലിന്റെ ഒരു ഇരമ്പൽ മാത്രമാണ് ഞാൻ കേട്ടത്. ഏതുപോലെ ഇഹ്റാം കെട്ടിയിട്ട് ഹാജിമാര് പോകുന്നത് കണ്ടിട്ടില്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഹാജിമാര് പോകുമ്പോ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒന്നിച്ച് തൽബിയത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയുമ്പോ ഒരിരമ്പൽ തൽബിയത്തിന്റെ ഒരു വജീദ് ഇങ്ങനെ കേൾക്കില്ലേ? ഒരിരമ്പൽ ഇങ്ങനെ കേൾക്കില്ലേ? അതുപോലെ അന്ന് മദീനയിൽ നിന്ന് ഞാൻ കേട്ടത് തൽബിയത്തിന്റെ ഇരമ്പലല്ല, നേരെ മറിച്ച് വിലാപങ്ങളുടെ കരച്ചിലുകളുടെ ഇരമ്പലാണ് ഞാൻ അന്ന് കേട്ടത്. ഞാൻ ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, എന്ത് സംഭവിച്ചു പോയി, എന്തേ സംഭവിച്ചു പോയതെന്ന്
ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് മറുപടി വന്നു, ഖുബില റസൂലുള്ളാഹ്, ഖുബില റസൂലുള്ളാഹ്, ഖുബില റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്. ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ മനസ്സിലാക്കണം, മലത്തോട് ഉപമിക്കുകയാണ്. ഈ സംഭവങ്ങളെ കഴിഞ്ഞ ദിവസം ഖാസിമി മനസ്സിലാക്കണം, അപമാനിക്കുകയാണ്. എന്തേ ഇത് കേട്ടാൽ, എന്തേ ഇത് മനസ്സിലാക്കിയാൽ ഉമ്മത്തിനുണ്ടാകുന്ന ഒരു പരിവർത്തനമുണ്ട്. അതെന്താ? മുഹമ്മദ് റസൂലുള്ളാഹി നെഞ്ചിലേറ്റിയ മുഅ്മിനീങ്ങളാ ലോകത്തുള്ളത്. അന്നബിയു ഔലാദിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മനസ്സിലാക്കണം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവർ ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സംഭവം കേട്ടാൽ അവരുടെ നെഞ്ചിലും സംശയമില്ല, അവരുടെ ഖൽബിലും സംശയമില്ല. കാരണം അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായി റസൂലുള്ളാഹിന്റെ വേർപാട് മനസ്സിലാക്കും, സംശയമില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഇബ്നു അബ്ബാസ് അടക്കമുള്ള ആളുകള്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, അവർ പറഞ്ഞതിന്റെ ആശയം പിന്നീട് കവിതയായി ചൊല്ലപ്പെട്ടത്, ഇദാ ദക്കർത മുസീബതൻ തസ്റു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. അല്ലാഹു നിനക്ക് 5 മക്കളെ തന്നിട്ട് രാത്രിയിൽ ആ മക്കളുമായി കിടന്നുറങ്ങിയിട്ട് ഇതാ രാത്രിയുടെ ആരന്തിയാമത്തില് ഇരുൾ മൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ഘോര ശബ്ദവുമായിട്ട് തന്റെ കിലോമീറ്ററുകൾ അകലമുള്ള ആ മലയുടെ മുകളിൽ നിന്ന് വലിയ കൂറ്റൻ പാറകൾ പൊട്ടിയൊലിച്ച് താഴേക്ക് വന്നിട്ട് ആ പ്രളയമങ്ങ് കഴിഞ്ഞു പോയപ്പോ ഇതാ തന്റെ വീട്ടിൽ കിടന്നിറങ്ങി 5 മക്കളും മരിച്ചു പോയിരിക്കുന്നു, ആ മക്കളും ഇതാ വേർപെട്ടു പോയിരിക്കുന്നു എന്ന വാർത്ത നിന്റെ ചെവിയിലേക്ക് എത്തിയാൽ നീ ബോധം കെട്ട് നിലത്തേക്ക് വീഴണ്ട, നേരെ മറിച്ച് ഉടൻ തന്നെ നീ ഓർത്തുകൊള്ളണം, ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ്. നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു നഷ്ടം ഭൂമി ലോകത്ത് നിനക്ക് വരാനില്ല. ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ട് 5 നയാ പൈസക്ക് വിലയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് അതേ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീ എടുത്തെറിയപ്പെട്ടാലും ആ ദുരന്തം മുന്നിൽ വന്നാലും നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നിനക്ക് നഷ്ടപ്പെട്ടതല്ലോ എന്നോർത്തിട്ട് നീ സമാധാനിച്ചു കൊള്ളുക. അങ്ങനെ നിന്റെ ജീവിതത്തിൽ ഏതേത് മുസീബത്തുകൾ ബാധിച്ചാലും, ഏതേത് പ്രയാസം ബാധിച്ചാലും മുഹമ്മദ് റസൂലുള്ളാഹ് ആ നഷ്ടപ്പെട്ടതോർത്ത് നീ സമാധാനിച്ചു കൊള്ളാമെന്നാണ് ഈ ഉമ്മത്ത് പറയപ്പെട്ടത്, ഈ ഉമ്മത്ത് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ ആക്ഷേപം ചൊരിഞ്ഞു വരികയാണ്. ഞങ്ങൾക്ക് ആഘോഷിക്കണമത്രേ, കള്ളത്തരീക്കത്തുകാർക്ക് കൂട്ടാടണമത്രേ, വ്യാജം പറഞ്ഞ് സമൂഹത്തിറങ്ങിയ ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് അനാവശ്യങ്ങൾ ചെയ്തു കൂട്ടണമത്രേ. അതുകൊണ്ട് തന്നെ വഹാബികളോട് അവർ ചീത്ത പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ട, നിങ്ങൾ ദുഃഖിച്ചുകൊള്ളുക, നിങ്ങൾ ദുഃഖിച്ചുകൊള്ളുക, ഞങ്ങൾ സന്തോഷിക്കാനേയുള്ളൂ എന്ന് മാത്രമല്ല പുതിയ സൊല്യൂഷനുമായി അവർ രംഗത്ത് വരികയാണ്. വഹാബികളെ പഠിപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. ഹബീബിന്റെ ജീവിതം എന്താണെന്നും അവിടുത്തെ ജനനം എങ്ങനെയെന്നും അവിടുത്തെ റിസാലത്ത് എങ്ങനെയെന്നും അവിടുത്തെ വഫാത്ത് എങ്ങനെയെന്നും അവിടുത്തെ ഓരോ റബീഉൽ അവ്വലുകൾ എങ്ങനെയാണെന്നും കൃത്യമായി പഠിച്ചവരും മനസ്സിലാക്കിയവരും പഠിപ്പിക്കുന്നവരുമാണ് ഞങ്ങൾ. മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തോട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കുന്ന ഉമ്മത്തിന് കാര്യം തിരിയോ? നിങ്ങൾ വീണ്ടും പറയാണ്, ചില ആളുകൾ വന്നിട്ട് പറയാണ്, വ്യാജ ഹദീസുകൾ നിർമ്മിച്ചു വിടുകയാണ്, കള്ള ഹദീസുകൾ. പണ്ഡിത ലോകം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ചില ഹദീസുമായിട്ടാ ചില ഹോജാക്കന്മാർ വരുന്നത്. നിങ്ങൾ കണ്ടില്ലയോ? നബിദിനാഘോഷ അതിനുവേണ്ടി ഒരുക്കിയ വാഹനത്തിൽ ഒരു മുസ്ലിയാരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ആ മുസ്ലിയാരുടെ ഫോട്ടോ അഥവാ ഒരു സംഘടനയുടെ നേതാവിന്റെ ഫോട്ടോ അത് കണ്ടിട്ട് ചില ആളുകൾ ചോദിക്കുകയാണ്, മുസ്ലിമുകൾ ചോദിക്കുകയാണ്, ഇതാണോ മുത്തുനബി? ഇതാണോ മുത്തുനബി? മനസ്സിലാക്കണം. കാര്യം അവർ നോക്കുമ്പോൾ തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു ഉസ്താദിരിക്കുകയാണ്, ഇതാ റസൂലുള്ളാഹി എന്ന് ആ മുസ്ലിങ്ങളായ ആളുകൾ തെറ്റിദ്ധരിച്ചു.
തെറ്റിദ്ധരിക്കുകയാണ്. ഇതിപ്പോ മാത്രമല്ല, പണ്ട് നമുക്കറിയാം മലയാള മനോരമ എന്ന ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വരുമായിരുന്നു. അബ്ദുൽ ഗഫാർ മൗലവിയുടെ, പഴയ പാളയം ഇമാം അബ്ദുൽ ഗഫാർ മൗലവിയുടെ ലേഖനം വരുമായിരുന്നു. ഒരു അമുസ്ലിമായ സഹോദരന്റെ വീട്ടിൽ ഇസ്ലാമിന്റെ ദഅവത്തുമായി കടന്നു എന്ന വേളയിൽ അദ്ദേഹം അതൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കിതൊന്നും പറഞ്ഞു തരണ്ട, എനിക്കിതൊക്കെ നന്നായി അറിയാം. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു സാധനം എന്റെ കയ്യിലുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ ഫോട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ അതുപോലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ അതൊന്ന് കാണിച്ചു തരാമോ ഞങ്ങൾക്ക്? അദ്ദേഹം അകത്ത് പോയിട്ട് നോക്കുമ്പോ മലയാള മനോരമയിലെ ഈ കട്ടിങ് എടുത്തുകൊണ്ട് വരികയാണ്. മണലാരുണ്യത്തിലെ പ്രവാചകൻ എന്നിട്ട് കാണിക്കുന്നത് ഈ അബ്ദുൽ ഗഫാർ മൗലവി ഒരു തട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ. ഇദ്ദേഹം കരുതിയത് മണലാരുണ്യത്തിലെ പ്രവാചകനാണ് ഈ തട്ടമിട്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ മുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ രൂപത്തിൽ നേതാക്കളുടെ ഫോട്ടോ വെച്ചും അല്ലാതെയും ബഹളം വെച്ചും തല്ലുണ്ടാക്കിയുമൊക്കെ ഇത് നടക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ സുന്ദരമായ ആശയങ്ങൾ ഇവിടെയുണ്ട്, ആദർശം ഇവിടെയുണ്ട്. അത് മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട്, അത് മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദുരാചാരങ്ങൾ ഉണ്ടാക്കി വെച്ച് അതും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസം തന്നെ ആഘോഷിച്ച് കൊണ്ടു നടന്നിട്ട് ആ ആഘോഷത്തെ എത്ര പഠിപ്പിക്കാൻ കഴിയുമോ അത്രയും പഠിപ്പിച്ചിട്ട് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? അതേ ലൈലത്തുൽ ഖദറിനെക്കാളും മഹത്തരമായ, ലൈലത്തുൽ ഖദറിനെക്കാളും പ്രാധാന്യമുള്ള ഒരു രാത്രിയാണിത്. റസൂലുള്ള ജനിച്ച രാത്രി. അത് പകരക്കാരന്റെ വാളാണ്. നിങ്ങൾ കേട്ട് കാണും, സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ പരക്കുകയാണ്. എന്ത് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെക്കാളും ശ്രേഷ്ഠമായ രാത്രിയാണ്. അത് ഏതൊരാൾ സംശയം ചോദിച്ചു, ആ സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞു കൊടുത്തു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാത്രി എന്ന് പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ലയോ? എന്നാൽ റബീഉൽ അവ്വലിനെ കുറിച്ച് അല്ലാഹ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് പകരം ഉസ്താദ്. എന്താ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? 1000 രാത്രിയേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി എന്നല്ലേ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത്? അതിനേക്കാളും വമ്പൻ രാത്രിയാണ് ഏത് രാത്രി? അതേ റബീഉൽ അവ്വലിലെ രാത്രി. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ റസൂലുള്ളാഹിക്ക് ആ രാത്രി കിട്ടാതെ പോയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജനിച്ചതിനു ശേഷം ജീവിച്ച ആ രാത്രികളിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രികൾ, ആ രാത്രികളിൽ പ്രവാചകൻ ഇഅ്തികാഫിരുന്ന് പ്രയോജനം എടുക്കില്ലേ? ഇതുപോലെ റബീഉൽ അവ്വലിലെ രാത്രികൾ എന്തുകൊണ്ട് റസൂലുള്ളാഹി പ്രയോജനപ്പെടുത്തിയില്ല? 1000 രാത്രികളെക്കാൾ ശ്രേഷ്ഠതയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെങ്കിൽ ആ രാത്രിയേക്കാൾ ശ്രേഷ്ഠമാണ് റബീഉൽ അവ്വലിലെ 12ന്റെ രാത്രിയെങ്കിൽ എന്തേ റസൂലുള്ളാഹിക്ക് അത് എടുക്കാൻ കഴിയാതെ പോയി? എന്തേ സ്വഹാബത്തിന് എടുക്കാൻ കഴിയാതെ പോയി? എന്തേ മഹത്തുക്കൾക്ക് അഥവാ ലോകത്ത് കഴിഞ്ഞുപോയ 3 തലമുറകളിൽ ജീവിച്ച ആളുകൾക്ക് അതെടുക്കാൻ കഴിയാതെ പോയി? മനസ്സിലാക്കണം. അപ്പൊ ഇവരിങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ ഉമ്മത്തിനെ എങ്ങനെയൊക്കെ പിഴപ്പിക്കാൻ കഴിയുമോ അതിനൊക്കെയുള്ള പണിയെടുക്കുകയാണ്. എന്നാൽ വളരെ കൃത്യമായി തന്നെ ഈ പറയുന്ന റബീഉൽ അവ്വലിന്റെ രാത്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്ന് വാദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു. ആരാണ് മറുപടി പറഞ്ഞത്? ഇബ്നു ഹജർ ഹൈതമി തന്നെ പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ അൽ മിനഹുൽ മക്കിയ എന്ന കിതാബിൽ പറഞ്ഞില്ലയോ? അന്നൽ അസ്മിനത വൽ അംകിനത തസറഫ് ബിശറഫി മൻ യകൂനു ഫീഹാ വമാ യകൂനു ഫീഹാ. ചില സമയങ്ങൾ, ചില സ്ഥലങ്ങൾ ഇതൊക്കെ ചില ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കൊണ്ടോ ഒക്കെ ശ്രേഷ്ഠമാക്കപ്പെടാറുണ്ട്, ഷറഫാക്കപ്പെടാറുണ്ട്. വലുതാ കാല ബഅദുഹും, അതുകൊണ്ടാ ചില ആളുകൾ ബാധിച്ചത് ഇന്ന ലൈലത്ത മൗലിദിഹി അഫ്ളലു മിൻ ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രി എന്ന് ചില ആളുകൾ പറഞ്ഞത്. വഹുവ സ്വഹീഹുൻ, അത് ശരിയാണ്. ലൗലൻ നസ്സു അലാ ഖിലാഫിഹി, അതിനെതിരായി അതേ നസ്സു വന്നു പോയില്ലായിരുന്നെങ്കിൽ,
അപ്പൊ അതിനെതിരെ ആയത്തുണ്ട്, അതിനെതിരെ ഹദീസുണ്ട്, അതിനെതിരെ നസ്സുണ്ട്. എന്ത്? അതെ, ഈ പറയുന്ന ലൈലത്തുൽ മൗലിദ് അതാണ് അഫ്ളു മിൻ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വാദം അത് ശരിയാകുമായിരുന്നു. ലൗലൻ നസ്സു അലാ ഖിലാഫിഹി, ലൗലൻ നസ്സു അലാ ഖിലാഫിഹി. അതിനെതിരായി ആ വാദത്തിനെതിരായി നസ്സ് ഒന്നില്ലായിരുന്നെങ്കിൽ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ ഹൈതമി തന്നെ ആ വാദത്തിന് മറുപടി പറയുന്നതും കാണാം. ഞാനതിലേക്ക് പോവുകയല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെല്ലാം തരത്തിലുള്ള അനിസ്ലാമികമായ വാദങ്ങളാണ് ഇവർ കടത്തിക്കൊണ്ടുവരുന്നത് എന്ന് തിരിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് വേർപെട്ടു പോയത് റബീഉൽ അവ്വലിലാണെങ്കിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ റബീഉൽ അവ്വലിൽ പ്രവാചകൻ വേർപെട്ടു പോയതിന്റെ പേരിൽ വിശ്വാസികളായ ആളുകൾ, മുഅ്മിനുകളായ ആളുകൾക്ക് വേദനയുണ്ടാകണമെന്ന് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും പറഞ്ഞു. സഹാബത്ത് വേദനിച്ചു, അവർ വേദന ആചരിച്ചില്ല, അവർ ദുഃഖം ആചരിച്ചില്ല. പക്ഷേ അവരുടെ കൽബകം വേദനയോടെ, വിഷമത്തോടെ തിങ്ങി നിന്നിരുന്നു. ഓരോ സഹാബികളുടെയും ചരിത്രം ഞാൻ ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നില്ല, പറയുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം പറയപ്പെട്ടൊരു വാചകം ഞാൻ ഗ്രന്ഥങ്ങളിലുള്ളത് പറയാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം, പ്രവാചകൻ വിട പറഞ്ഞതിന് ശേഷം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് കൊണ്ട് ഉമ്മത്ത് എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം ചില ഗ്രന്ഥങ്ങളിൽ. അവിടെ പറയുന്നു, അതേ അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ പ്രിയപ്പെട്ടവർ നബിയെ നിങ്ങളാണ്. ലഖദ് കാന ലക ജിസ്ഉൻ തഖ്തുബുൻ നാസ് അലൈഹി, നിങ്ങൾ ജനങ്ങൾക്ക് ഖുതുബ പറയാൻ വേണ്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ ഉപയോഗിച്ചൊരു മിമ്പർ ഉണ്ടായിരുന്നില്ലയോ റസൂലേ? ഈത്തപ്പന മട്ടലുകൾ കൊണ്ട് നിർമ്മിച്ച മിമ്പർ, ആ മിമ്പറിന്റെ മുകളിലേക്ക് നിങ്ങൾ ഇങ്ങ് കയറിയാൽ അതിങ്ങനെ ആടുമായിരുന്നില്ലയോ? അവിടെ നിന്ന് ബാലൻസ് ചെയ്തിട്ട് താഴേക്ക് വീഴാതിരിക്കാൻ ഒന്നുകിൽ ആ മിമ്പറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കയറ് പിടിച്ച് നിൽക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ വടികുത്തി നിൽക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അമ്പ് കുത്തി നിൽക്കുമായിരുന്നില്ലേ ബാലൻസിന് വേണ്ടി? അങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ മദീനത്തെ പള്ളിയിൽ വന്ന് രണ്ടാരി സ്ത്രീ ആ രംഗം കാണുകയാ. റസൂലുള്ള പ്രയാസപ്പെട്ട് മിമ്പറിൽ നിന്ന് ഖുതുബ പറയുന്നത്. ഉടൻ തന്നെ അൻസാരിയത്തായ ഉമ്മ എഴുന്നേറ്റ് റസൂലുള്ളയോട് ചോദിക്കുകയാണ്, ഓ നബിയേ, എനിക്കൊരു മകനുണ്ട്. ആ മകൻ നല്ല മരപ്പണിക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മിമ്പർ ഞാൻ ഉണ്ടാക്കിച്ചു തന്നാൽ നിങ്ങളത് സ്വീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാനത് സ്വീകരിക്കുമെന്ന് പറയുമ്പോ ആ അൻസാരിയത്തായ ഉമ്മ പള്ളിയിൽ നിന്ന് പോയി മകനെ വിളിച്ച് നല്ല സുന്ദരമായൊരു മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് പള്ളിയിൽ, റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിലേക്ക് അങ്ങ് കയറുമ്പോ, അതേ ഇത്തഖദത് മിമ്പറൻ ലിതുസ്മിഅഹും ഫഹന്നൽ ജിസ്ഉ ലിഫിറാഖിക ഹത്താ ജഅൽത യദക അലൈഹി. അങ്ങ് പുതിയ മിമ്പറിലേക്ക് അങ്ങ് കയറി ഖുതുബ പറയുമ്പോ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ള ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മദീനത്തെ പള്ളിയിൽ നിന്നൊരു കരച്ചിൽ കേൾക്കാൻ കഴിയുന്നു. മദീനത്തെ പള്ളിയിൽ നിന്നൊരു കരച്ചിൽ. നബി ഖുതുബ നിർത്തിയിട്ട് ചോദിച്ചു, ആരാ മയ്യബ്കി, ആരാണോ കരയുന്നത്? നോക്കുമ്പോൾ ആരും കരയുന്നില്ല, പക്ഷേ കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അതുവരെ റസൂലുള്ള കയറി നിന്ന മിമ്പർ, ആ മരത്തടി, ആ ഈത്തപ്പനത്തടി മാറിയിരുന്ന് കരയുന്നു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ തന്റെ സഹാബത്ത് ചന്ദ്രൻ പിറന്നത് കണ്ടതുപോലെ, ഒട്ടകം റസൂലുള്ളാഹിന്റെ അടുക്കലോട് വന്ന് പരാതി പറഞ്ഞത് കണ്ടതുപോലെ, റസൂലുള്ളാഹിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളമൊഴുകിയത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസായി കണ്ടതുപോലെ, ആ സഹാബത്ത് പള്ളിയിലിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അവിടെ പ്രകടമാവുകയാണ്. മരത്തടിയിൽ നിന്ന് കരയുകയാണ്. റസൂലുള്ള പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ അങ്ങയുടെ കൈയെടുത്തിട്ട് ആ മിമ്പറിലേക്ക് അങ്ങ് വെച്ച് പ്രസക്കന സമാധാനിപ്പിച്ചില്ലയോ? അപ്പോഴല്ലയോ അതിന്റെ കരച്ചിൽ, ആ മിമ്പർ അവസാനിപ്പിച്ചത്, ആ മരത്തടി തന്റെ കരച്ചിൽ അവസാനിപ്പിച്ചത്. ഈ രംഗം ഓർത്തുകൊണ്ടാണ് പറയപ്പെട്ടത്, എങ്കിൽ പ്രവാചകരെ ഓ നബിയെ, ഒരു മരത്തടിയിൽ നിന്നങ്ങ് ഇറങ്ങി മറ്റൊരു മരത്തടിയിലേക്ക് കയറിയപ്പോൾ അങ്ങ് വേർപെട്ടു പോയതിന്റെ പേരിൽ ആ മരത്തടി പോലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ ജീവനുള്ള മനുഷ്യരല്ലേ ഇവിടെയുള്ളത്? ഹബീബിനെ സ്നേഹിച്ച ഉമ്മത്തല്ലേ ഇവിടെയുള്ളത്? ആ മരത്തടിയേക്കാൾ പ്രവാചകൻ വേർപെട്ടതിൽ വേദനിക്കാൻ അർഹതയുള്ളത് നബിയെ ജീവനുള്ള
ഉയരാനുള്ള മനുഷ്യരല്ലയോ ആ സഹാബത്തും അവിടെ നിന്നോട്ട് വരുന്ന ഉമ്മത്തുമല്ലയോ ഏറ്റവും അധികം വേദനിക്കാനുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയുമ്പോ ആ റസൂലുള്ള നമുക്ക് പ്രിയമുള്ളവരാകണം ഏത് രൂപത്തിലാണെന്നറിയുമോ? നബി നമുക്ക് കൈമാറിത്തന്ന ശുദ്ധമായ തൗഹീദിന്റെ സന്ദേശം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് ആ സുന്ദരമായ ആദർശം സ്വീകരിച്ചുകൊണ്ട്, കാരണം അതാണ് മനുഷ്യന് ഉയരാനുള്ള വഴി, മനുഷ്യന് വളരാനുള്ള വഴി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹിക്ക് വഴിപ്പെടലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന് വഴിപ്പെടാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലാഹു പറഞ്ഞത് മയ്യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വഴിപ്പെട്ടവനാണ് അല്ലാഹുവിന് വഴിപ്പെട്ടവൻ. റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടവനാണ് അല്ലാഹുവിന് വഴിപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളിലും ഓരോ അടക്കങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകണം. പ്രവാചകനെ സ്വീകരിക്കണം, പ്രവാചകന്റെ നിലപാടറിയണം, പ്രവാചകൻ പഠിപ്പിച്ചതറിയണം. മുഅ്മിനായി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതവുമായി റസൂലുള്ളാഹി ഒട്ടുനിൽക്കണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك لا يؤمنون. അല്ലാഹുവിനെ തന്നെ സത്യം നിങ്ങൾ മുഅ്മിനാവുകയില്ല ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അതേ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാലും മുഹമ്മദ് നബിയെ താങ്കളവർ സ്വീകരിക്കുന്നത് വരെ, താങ്കളവർ ജഡ്ജിയായി കൊണ്ടുവരുന്നത് വരെ, താങ്കളുടെ തീരുമാനത്തിന് വേണ്ടി അവർ കാതോർക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല നബിയെ. അങ്ങനെ അവിടെ നിന്ന് ഒരു തീരുമാനം അങ്ങ് വന്നു കഴിഞ്ഞാൽ, അങ്ങിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം അങ്ങവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ താങ്കളുടെ തീരുമാനത്തിൽ പിന്നെ ഒരിക്കലും അവർക്കൊരു നീരസവും ഇല്ല, ഒരു നീരസവും പിന്നെ അവർക്കുണ്ടാവുകയില്ല. മനസാവാച കർമ്മണ അങ്ങ് പറയുന്ന കാര്യം അനുധാവനം ചെയ്താലല്ലാതെ, അത് സ്വീകരിച്ചാലല്ലാതെ നിന്റെ റബ്ബിനെ തന്നെ സത്യം അവർ വിശ്വാസികളാകില്ല എന്ന് ഖുർആൻ പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ശക്തമായി പ്രവർത്തിച്ചു കൊള്ളുക. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ, ചീത്ത പറയുന്നവർ ചീത്ത പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്ന ഖാസിമി പ്രവാചകന്റെ വഫാത്ത്, അതിന്റെ പേരിൽ മാലിന്യം ചേർത്തുകൊണ്ട് മുജാഹിദികളെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുവെങ്കിൽ, അതേ ഖാസിമി മുമ്പൊരിക്കൽ പറഞ്ഞു, വഹാബികൾ എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയാണ്. വഹാബികൾ അദ്ദേഹം ഉപമിച്ചത് പേപ്പട്ടിയോടാണ്. ഇത് കേൾക്കുമ്പോ ഒരു സലഫിയുടെയും നെഞ്ച് ഇളകൂല, ഒരു വഹാബിയുടെയും കൽബ് ഇളകൂല. കാരണം അവനറിയാം ആ ആക്ഷേപം അവർ കേൾക്കേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്, ദീൻ പറഞ്ഞതിന്റെ പേരിലാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് പഠിപ്പിച്ചു പോയ സുന്ദരമായ ആദർശം പറഞ്ഞതിന്റെ പേരിലാണ് ആ വിമർശകൻ പേപ്പട്ടി എന്ന് വിളിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞവരാ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതു തരത്തിൽ ആക്ഷേപിക്കേണ്ടവൻ ആക്ഷേപിക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി അല്ലാഹു പറഞ്ഞില്ലേ, ലാ യഖാഫൂന ലൗമത ലായിം, ലാ യഖാഫൂന ലൗമത ലായിം, ലാ യഖാഫൂന ലൗമത ലായിം വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ അവർ പേടിക്കൂല, ആക്ഷേപകരുടെ ആക്ഷേപം അവർ ഭയപ്പെടൂല, ചീത്ത വിളിക്കുന്നവന്റെ ചീത്തവിളി ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. ലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഒരിക്കലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനെ ബാധിക്കൂല. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ അവർ ഭയപ്പെടൂല. ഇത് പ്രത്യേകം ഇന്ന് പറയാൻ കാരണമുണ്ട്. ഇന്ന് രാവിലെ നോക്കുമ്പോ ഒരു സുഹൃത്തൊരു ഫോട്ടോ അയച്ചു തന്നു. നോക്കുമ്പോൾ നാക്ക് നീട്ടിയിട്ടിരിക്കുന്ന ഒരു നായയുടെ ഫോട്ടോ വെച്ചിട്ട് മുജാഹിദ് പണ്ഡിതന്മാരെ, KNM-ന്റെ പണ്ഡിതന്മാരെ തന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് ഇതാ ഇന്നൊരു ക്ലിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആരാന്നറിയോ? അതേ ഖാസിമി. അയാൾ മാറി നിന്നുകൊണ്ട് അയാളുടെ കള്ളത്തരീക്കത്തിന് സമ്മതിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ വഹാബികളെ പേപ്പട്ടി എന്ന് വിളിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന കുറച്ച്
ആളുകൾ അതേ 2 നായ, നാവ് നീട്ടിയിരിക്കുന്ന നായയുടെ ഫോട്ടോ വെച്ചിട്ട് അതേ ചില മുജാഹിദ് പണ്ഡിതന്മാരുടെ, കേരള നേതൃത്വ മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ ഫോട്ടോ വെച്ച് പുറത്തിറക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, അതും മനസ്സിലാക്കേണ്ടതുണ്ട്. ആക്ഷേപിക്കുകയാണ്, തെറി പറയുകയാണ്. എന്തിന്റെ പേരിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യന്റെ ശത്രുവായ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിലെ ആയത്തോതി ദുർവ്യാഖ്യാനിച്ചപ്പോ അത് കയ്യോടെ പിടിച്ചതിന്റെ പേരിൽ, അതുപോലെ ഖബറിനടുക്കൽ പോയിട്ട് ഖബറാളിയോട് അത് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് മഴ തേടണമെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് വാദിച്ചപ്പോൾ അതിന്റെ എതിർത്തതിന്റെ പേരിൽ നാരിയ സ്വലാത്ത് അതിൽ ശിർക്കില്ല, മതവിദ്വേഷിച്ചുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ അതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, മനസ്സിലായി, അന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ഇതാ മുജാഹിദ് പണ്ഡിതന്മാരെ ഈ രൂപത്തിൽ ആക്ഷേപിച്ച് ചിത്രം വെച്ച്, പടം വെച്ച്, ഫോട്ടോ വെച്ചിട്ട് ആക്ഷേപിക്കാൻ ഇറങ്ങിയവരോട് ഞങ്ങൾ ചോദിക്കുന്നു, സഹോദര, ഇതിന്റെ ഹുക്കുമെന്താണ്? ഈ നായയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളിറക്കുന്ന വീഡിയോയുടെ ഹുക്കുമെന്താണ്? ആ നായയുടെ ചിത്രം വെച്ച്, നാക്ക് നീട്ടിയിരിക്കുന്ന നായയുടെ ചിത്രം വെച്ച് നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് മതവിധിയില്ലയോ? ആ മതവിധി എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അള്ളാഹുവിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് നിങ്ങൾ പറയുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര വിഷമിച്ചാലും ശരി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ ആയത്ത് അള്ള പറയാത്ത അർത്ഥം അതിന് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ കരിഞ്ചന്തം നടത്തിയ ആളുകളെ മുജാഹിദുകൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ നായയുടെ ഫോട്ടോയല്ല, ഇനി അതല്ല ഖുൻസീറിന്റെ ഫോട്ടോയല്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സർവ്വ ഫോട്ടോകളും വെച്ച് ഞങ്ങളെ ആക്ഷേപിച്ചാലും നിങ്ങൾ അള്ളാന്റെ ഖുർആനിൽ കൃത്രിമം നടത്തിയത്, വിശുദ്ധ ഖുർആനിൽ കരിഞ്ചന്തം നടത്തിയത്, അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞത്, പിശാചുക്കളെ പ്രൊമോട്ട് ചെയ്തത്, ആ പിശാചുക്കളോട് ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് ഔദ്യോഗികമായി ലെറ്റർ ഹെഡിൽ എഴുതി പ്രസിദ്ധീകരിച്ചത്, ലാ യഖാഫൂന ലൗമത ലായിം വലം യഖ്ഫ ഇല്ലല്ലാഹ്. ആക്ഷേപകർക്ക് ആക്ഷേപിച്ചാലും അള്ളാനെ മാത്രം പേടിച്ചുകൊണ്ട് സലഫികളായ ആളുകൾ തൗഹീദ് പറയുക തന്നെ ചെയ്യും കേട്ടോ. അത് നിർത്തിപ്പോകുമെന്ന് വിചാരിക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ, നീ അലൈസ ഫീകും റജുലുൻ റശീദ് എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അലൈസ ഫീകും റജുലുൻ റശീദ് എന്ന് ഖുർആൻ ചോദിച്ചില്ലയോ? അതേ ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല, അതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വാദിച്ചു വന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നട്ടലുള്ള ഒരുത്തനുണ്ടെങ്കിൽ ആ നായയുടെ ഫോട്ടോ വെച്ച് അതിന്റെ കീഴിൽ ഹാജര ബീവിയുടെ സംഭവം പറയുന്നത് നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചുവല്ലോ. ഈ വിശ്വം എന്ന് പറയുന്ന കറക്ക് കമ്പനിക്കുള്ളില് അള്ളാന്റെ ദീനറിയുന്ന ഏതെങ്കിലും ഒരുത്തൻ, അള്ളാഹുവിനോട് കൂറുള്ള ഏതെങ്കിലും ഒരുത്തൻ, തൗഹീദിനോട് കൂറുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അന്തസ്സായി നിങ്ങളെ ഞങ്ങൾ പരസ്യമായി ക്ഷണിക്കുന്നു. ഹാജറ ബീവിയുടെ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസ്, അതുപോലെ ഇമാം സബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനം വെച്ചുകൊണ്ട് ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അതേ ശബ്ദം കേൾക്കുന്ന പരിധികളെ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദുകളുമായി അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, കേന്ദ്രവുമായി സംവദിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ അക്കൂട്ടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ നായയുടെ കഴുത്ത് വിട്ടിട്ട് നേരെ വരൂ. അലൈസ ഫീകും റജുലുൻ റശീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആണൊരുത്തനില്ലേ? തൗഹീദ് അറിയുന്ന ഒരുത്തനില്ലേ? ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങൾ വാദിക്കുന്ന വാദമുണ്ടല്ലോ, പരിധിയിലുള്ള ജിന്നിനോട് ഹയ്യായ ഹാജരായ നിങ്ങളുടെ ഔദ്യോഗിക നേതാവ് PN അബ്ദുൽ ലത്തീഫ് മദനി അദ്ദേഹം എഴുതി വെച്ച വാചകമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ശിർക്കല്ലാത്ത ഒരു സഹായതത്തെ കുറിച്ച് അദ്ദേഹം ലെറ്റർ പേഡിൽ എഴുതി പ്രസിദ്ധീകരിച്ചല്ലോ. വഹുവൽ ഇസ്തിആനതു ബിൽ ജിന്നിൽ ഹയ്യിൽ ഹാദിരിൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. നിങ്ങൾക്ക് ഇളവുള്ളൊരു സഹായതേട്ടം, ഹയ്യായ ഹാദരായ ഖാദിറായ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കിലേക്ക് പോകാത്ത, ശിർക്കിന്റെ വിഷയത്തിൽ ഇളവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ആ സഹായതേട്ടം ഹാജറ ബീവിയുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന മുജാഹിദുകളുടെ ക്ലിപ്പ് അവിടെയും ഇവിടെയും മുറിച്ചിടാനല്ല, ഹയ്യായി ഹാദറായി മുജാഹിദുകളുടെ മുന്നിൽ നിന്ന് വന്ന് സംവദിക്കാൻ കഴിയുന്ന
ഏതെങ്കിലും ഒരുത്തന കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയൻ മുതൽ താഴേക്ക് ഹുസൈൻ സലഫിലടക്കം ഇങ്ങോട്ട് ഏതെങ്കിലും ഒരുത്തൻ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ മുജാഹിദികളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു തെളിയിക്കാമോ? കള്ളക്ലിപ്പും മുറിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലല്ല, ജീവനോടെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ലെറ്റർ ഹെഡും കൊണ്ട് നിങ്ങൾ വരൂ, നേർക്കുനേരെ നിൽക്കൂ. അല്ലാഹുവിന്റെ തൗഹീദ്, അതിന്റെ ജാജ്വല്യമാനമായ പ്രകാശമാനമായ പ്രമാണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തൗഹീദിന്റെ ആ സുന്ദരമായ ആശയതലങ്ങളെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നദവത്തുൽ മുജാഹിദീൻ ഒരുക്കമാണ്, മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമാണ്. നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിട്ട്, ഇഫായി ശൈഖിനെ വിട്ട്, മമ്പുറം തങ്ങളെ വിട്ട് മറുഭാഗത്ത് ഇഫ്രീത്തിനെയും കൊണ്ടുവന്നാൽ, ജിന്നുകളെയും കൊണ്ടുവന്നാൽ മുജാഹിദികൾ നിങ്ങളെ നിലം തൊടിയിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇപ്പൊ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചല്ലോ, ലെറ്റർ ഹെഡിൽ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ. അതുകൊണ്ട് നാവ് നീട്ടിയ നായെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നായെ വിട്ടിട്ട് ആ പൈശാചികത മുഴുവനും ഒഴിവാക്കിയിട്ട് നേരെ വരൂ. ഞങ്ങളെ പല ആളുകളും പല വിധത്തിലും ആക്ഷേപിച്ചവരുണ്ട്. ഒരുപാട് പേപ്പട്ടി എന്ന വിളി കാസിമിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തൗഹീദിലേക്ക് പോയിട്ടില്ല, ഞങ്ങളുടെ ആദർശം ഒഴിവാക്കി ഞങ്ങൾ പോയിട്ടില്ല. ആണുങ്ങളെ പോലെ തൗഹീദിന്റെ വാഹകരായി നിന്നുകൊണ്ട് ശിർക്കുമായി കടന്നു വന്ന മുഴുവൻ ആളുകളെയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, തൗഹീദിന് വേണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ട്. കാന്തപുരം സുന്നികളെ ഞങ്ങൾ വിളിച്ചു മുദബ്ബിറുൽ ആലമാണ് CM മടവൂർ എന്ന വാദം, ആ വാദം ഉന്നയിച്ചു വന്ന കാന്തപുരം സമസ്തക്കാർ ഞങ്ങൾ വിളിച്ചു. ധൈര്യമുണ്ടോ കൂട്ടത്തിൽ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ താഴേക്ക് ഏതെങ്കിലും ഒരുത്തന് CM മടവൂരാണ് മുദബ്ബിറുൽ ആലമെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഓടിയൊളിക്കാനല്ലാതെ രാജികളുമായി സംവദിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് ഞങ്ങൾ വിളിച്ചു. അതെ, ഈ റബീഉൽ അവ്വലിൽ പോലെ ഒരു വ്യവസായ കേന്ദ്രം കോഴിക്കോട് കൈതപ്പുഴയിൽ ഉണ്ടാക്കിയിട്ട് ഈ റബീഉൽ അവ്വലിൽ പോലും ഒരു മുടിയിട്ടിട്ട് വെള്ളം കുടിപ്പിച്ചില്ല ഈ ഖൗമിനെ. ഞങ്ങൾ വെല്ലുവിളിച്ചു. ആ മുടിയുടെ ഉടമയാണ് ഖാതിമുൽ അംബിയാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഓരോരുത്തന കാന്തപുരം കൂടാരത്തിലുണ്ടെങ്കിൽ ധൈര്യത്തെ ഔദ്യോഗികമായി വരുമെന്ന് പറഞ്ഞിട്ട് ആ മുടിയിട്ട് വെള്ളം കൊടുക്കലല്ലാതെ ഞങ്ങളിതാ മുജാഹിദികളെ വെല്ലുവിളിയെ പിടിച്ചിരിക്കുന്നു എന്ന് പറയാ ഇതുവരെ ഒരു കാന്തപുരം സമസ്തക്കാരനും ധൈര്യം കാണിച്ചിട്ടില്ല. കാണിച്ചാൽ അങ്ങനെ ധൈര്യമുള്ളവരെ കൂട്ടത്തിൽ ഇനി പിറന്നാൽ മുജാഹിദികളെ ഏറ്റെടുത്തുകൊണ്ട് സംവദിക്കാൻ തയ്യാറാണ്. മാത്രമല്ല പിന്നെ വന്നു ഒരുത്തൻ അമ്പലക്കടവിൽ നിന്ന് അയാൾ പറഞ്ഞത് എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന നസാറാക്കളുടെ വാദം. ഈസാ നബിക്ക് അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് വാദിച്ചു വന്നപ്പോ അമ്പലക്കടവിനെയും ഞങ്ങൾ വിളിച്ചു. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതെ, ഈ വാദം തെളിയിക്കാൻ, അതെ, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു ഈസാ നബിക്ക് കൊടുത്തുന്നോ യേശുവിന് കൊടുത്തുന്നോ? അങ്ങനെ കഴിവ് അല്ലാഹു ലോകത്തിലാർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് ഈസാ നബിയോട് പറയാനല്ല പറഞ്ഞപ്പോ അതിനോടൊപ്പം ചേർത്ത് പറയാൻ പറഞ്ഞു ഇതിനില്ല. അള്ളാന്റെ അനുമതി പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്തേ ഇതിനില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഈസാ നബിയോട് പറഞ്ഞത് കൽപ്പിച്ചത് എന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് റാസിമാമടക്കമുള്ള ആളുകൾ പറഞ്ഞു അതൊരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ലാബി കുദ്റത്ത് ഈസാ, അത് ഈസാ നബിയുടെ കഴിവല്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്കല്ല കഴിവ് കൊടുത്തിട്ടില്ല. ആ ഈസാ നബിക്ക് മാത്രമല്ല ലോകത്താർക്കും അന്ന് കഴിവ് കൊടുത്തിട്ടില്ല. കാരണം അത് അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമാണ്. നമ്രൂദിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ്, ഞാൻ ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന അല്ലാഹു യുഹ്യീ വയുമീത്, അവൻ ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി നമ്രൂദിനോട് പറഞ്ഞുവല്ലോ. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റാസിമാം പറയുന്നത് കാണാൻ കഴിയും. ലോകത്ത് അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു കുതിരത്തുണ്ടായിരുന്നുവെങ്കിൽ ലബസലൽ ഇസ്തിദ്ലാൽ, മഹാനായ ഇബ്രാഹിം നബിയുടെ തെളിവ് ബാത്തിലായി പോകുമായിരുന്നു. ഇബ്രാഹിം നബിയുടെ വാദം ബാത്തിലായിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അല്ലാഹുവാണ് യുഹ്യീ വയുമീത്, ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്നാണല്ലോ. എന്നാൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു കഴിവ്
അല്ല കൊടുത്തിട്ടില്ല. കൊടുത്തു എന്നാരെങ്കിലും വാദിച്ചാൽ അവൽ ചുരുക്കും കുഫറും സംഭവിക്കുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിച്ചു തരാൻ അമ്പലക്കടവിനെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ കുട്ടികൾ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഏറ്റെടുത്ത് മുജാഹിദ് മുന്നിൽ വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇന്ന് നാക്ക് നീട്ടിയ നായ്ക്കളുമായി വന്ന വിസ്തംകാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ആദര ബീവിയുടെ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങളുടെ ഈ വാദമുണ്ടല്ലോ, ഈ ജിന്നുകളോട് സഹായം തേടിയ ശിർക്കല്ല എന്ന വാദം, ആദര ബീവിയുടെ സംഭവം ഉദ്ധരിച്ച് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരുത്തിന കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ജീവനോടെ ക്ഷണിക്കുകയാണ്. ഇപ്പ് വേണ്ട, നേർക്ക് നേരെ കിതാബുകളുമായി, ഗ്രന്ഥങ്ങളുമായി, ഉദ്ധരണികളുമായി, ആയത്തുകളുമായി, ഹദീസുകളുമായി സംവദിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്കുള്ള പേര് ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ നായ്പ്രേമികളൊക്കെ തൗഹീദിന്റെ നേരെ ചാടി വന്നിട്ട് കാര്യമില്ല. എത്ര ശക്തനായ നായ നിങ്ങൾ കൊണ്ടുവന്നാലും, എത്ര വിഷമുള്ള നായികളുമായിട്ട് മുജാഹിദുകൾ നേരിടാൻ നിങ്ങൾ വന്നാലും, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനം തൗഹീദിന്റെ വഴിയിൽ നിന്ന് പ്രോജ്വലമായി ഈ തൗഹീദ് ലോകത്തിന്റെ മുന്നിൽ വിളംബരം ചെയ്യുക തന്നെ ചെയ്യും. ഒരാളെയും ഭയപ്പെടാതെ, ഒരാളെയും പേടിക്കാതെ, അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഈ തൗഹീദിന്റെ രീതിയിൽ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. അതാണ് ഈ കേരളത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രം എഴുതിയ മുഴുവൻ ആളുകളും ഈ പ്രസ്ഥാനം അചഞ്ചലമായ പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനം പ്രൗഢമായ പ്രസ്ഥാനമാണെന്ന് വെറുതെ പറയല്ല. നേരെ മുറിച്ച് നമുക്കൊരു വഴിയുണ്ട്, അത് തൗഹീദാണ്. വിണ്ണിൽ നിന്ന് അല്ലാഹു മണ്ണിലേക്ക് അവതരിപ്പിച്ചു തന്ന സുന്ദരമായ ആദർശമാണ്. ആ ആദർശത്തിന്റെ പാതയിൽ, തൗഹീദിന്റെ വീതിയിൽ ദീനിന്റെ മുഴുവൻ സംഗതികളും സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധ മറയുമില്ലാതെ ശക്തമായി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, ഞങ്ങളെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഖിദ്മ ചെയ്യാൻ, അല്ലാഹുവേ നിന്റെ തൗഹീദ് ഉറക്കെ പറയാൻ, അല്ലാഹുവേ നിന്റെ റസൂലിന്റെ റിസാലത്തിൽ നിന്നുകൊണ്ട് ശക്തമായി സമൂഹത്തോട് ബോധവൽക്കരണം നടത്താൻ, എല്ലാവിധ ശിർക്കിന്റെയും കുഫ്റിന്റെയും വാദങ്ങൾക്കെതിരെ അല്ലാഹുവേ നിന്റെ പ്രകാശം കൊണ്ട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.